നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. രാജ്യദ്രോഹ കുറ്റത്തിൽ ഐഷ സുൽത്താന മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചു. ലക്ഷദ്വീപിൽ ഹാജരായാൽ കൊച്ചിയിലേക്ക് വിടാതെ തന്നെ അറസ്റ്റ് ചെയ്യുമെന്നാണ് ഐഷ പറയുന്നത്. കേസ് നാളെ കോടതി പരിഗണിക്കുകയാണ്. ചാനൽ ചർച്ചയ്ക്കിടയിൽ വയോവെപ്പൻ പരാമർശത്തിന്മേൽ രാജ്യദ്രോഹം കുറ്റം ചുമത്തിയതിനെതിരെ ചലച്ചിത്ര സംവിധായികയായ ഐഷ സുൽത്താന ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. തനിക്കെതിരായ രാജ്യദ്രോഹ കേസ് നിലനിൽക്കില്ലെന്നും ചർച്ചയ്ക്കിടയിലുണ്ടായ പരാമർശങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചാണ് പോലീസ് രാജ്യദ്രോഹം കുറ്റം ചുമത്തിയതെന്നാണ് ഹർജിയിൽ പറയുന്നത്. TV ചർച്ചയിൽ നടത്തിയ പരാമർശങ്ങൾ ബോധപൂർവമായിരുന്നില്ല. വിവാദമായതിനെ തുടർന്ന് സമൂഹ മാധ്യമങ്ങളുടെ മാപ്പ് പറഞ്ഞിട്ടുണ്ട്. തന്റെ ജന്മസ്ഥലമായ കവരത്തിയിലെത്തിയാൽ അറസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്നും മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നു. കൊച്ചിയിൽ മുതിർന്ന അഭിഭാഷകൻ മുഖേനയാണ് ഹർജി ഫയൽ ചെയ്തത്. ഹർജി നാളെ പരിഗണിക്കും. ലക്ഷദ്വീപ് BJP പ്രസിഡന്റാണ് കവരത്തിയിൽ പോലീസിൽ പരാതി നൽകിയത്. ഇതേ തുടർന്നാണ് രാജ്യദ്രോഹം കുറ്റം ചുമത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളാണ് നിലനിൽക്കുന്നത്. ഐഷ സുൽത്താന് പിന്തുണ പ്രഖ്യാപിച്ച് ലക്ഷദ്വീപിൽ BJPയിൽ നിന്നും രാജി ഇപ്പോഴും തുടരുകയാണ്. VS ഹൈദർ അലി, റിപ്പോർട്ടർ, കൊച്ചി. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ഫൈസൽ MP, ഒപ്പം തന്നെ A മാരിഫ് MP, ഐഷ സുൽത്താന, അഡ്വക്കേറ്റ് ഫസീല, അൽതാഫ് എന്നിവർ വിവിധയിടങ്ങളിൽ. ആദ്യം അഡ്വക്കേറ്റ് ഫസീല, എങ്ങനെയാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷയുടെ ഒരു നിയമവശം എന്താണ്? ഇപ്പോൾ ഈ സെഡിഷന്റെ കേസിൽ ഞങ്ങൾ ഹോപ്പ്ഫുൾ ആണ്. കാരണം സെഡിഷന്റെ കേസിൽ സുപ്രീം കോർട്ടിന്റെ നയങ്ങൾ വളരെ വ്യക്തമാണ്. അതായത് ഇന്റിമിഡേഷൻ ഓഫ് വയലൻസോ പബ്ലിക് ഡിസോർഡറോ ക്രിയേറ്റ് ചെയ്യാനൊരു ഇന്റൻഷൻ ഇല്ലെങ്കിൽ അത് സെഡിഷൻ അല്ല എന്നുള്ള കാര്യത്തിൽ പലതവണയും സുപ്രീം കോർട്ട് വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഐഷയുടെ കേസിൽ ഐഷ പലതവണ ആവർത്തിച്ച് പറഞ്ഞു ദാറ്റ് ഇറ്റ്സ് എ സ്ലിപ്പ് ഓഫ് ടങ്, അങ്ങനെയാന്നുള്ള നിലക്ക്. അപ്പം ഞങ്ങൾ ഭയങ്കര ഹോപ്പ്ഫുൾ ആണ് നാളെ ഹൈക്കോർട്ടിൽ നിന്ന് പോസിറ്റീവായിട്ടൊരു നടപടി വരൂ എന്നുള്ളത്. 20-ാം തീയതി ഇപ്പോൾ ദ്വീപിലേക്ക് പോയാൽ തിരികെ കേരളത്തിലേക്ക് മടക്കി വിടില്ല എന്നുള്ളതാണ് ആശങ്ക, അല്ലേ? പ്രധാനമായും ഇന്ന് അഡ്മിനിസ്ട്രേറ്റർ വിവിധ മാധ്യമങ്ങൾക്ക് നൽകിയ, ഞാൻ വായിച്ചത് പ്രധാനമായും ദ വീക്കിന്റെ അഭിമുഖമാണ്. അദ്ദേഹം പറയുന്നത് കേരളത്തിൽ നിന്നാണ് ഇതിന്റെയൊക്കെ ആസൂത്രണം എന്നാണ്. ഈ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഈ ഒരു ഇന്റർവ്യൂവിൽ ഭയങ്കര പ്രശ്നമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. അതായത് അഡ്മിനിസ്ട്രേഷനും സെൻട്രൽ ഗവൺമെന്റും ഒക്കെ പറയുന്നത് ഞങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യില്ല എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് ആ ഒരു ഇന്റർവ്യൂ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നത് എന്താന്ന് വെച്ചാൽ അഡ്മിനിസ്ട്രേറ്റർ ഇപ്പോഴും ആ കാര്യങ്ങളെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഈ LDAR എന്ന് പറഞ്ഞ നിയമത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അഡ്മിനിസ്ട്രേറ്റർ പറയുന്നത് ആൾക്കാർക്ക് ലാക്ക് ഓഫ് നോളജ് കാരണമാണ് ഈ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്, കേരളത്തിൽ നിന്നാണ് ഈ പ്രൊട്ടസ്റ്റ് തുടങ്ങുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ഇതിന്റെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഡിസംബറിലെ SOP മാറ്റിയ സമയം മുതൽ ലക്ഷദ്വീപിനകത്ത് പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട്, പഞ്ചായത്ത് റെസൊല്യൂഷൻസ് ഇറക്കുന്നുണ്ട്. അപ്പോൾ ഈ കേരളത്തിലെ സോഷ്യൽ മീഡിയയിലും കേരളത്തിലെ ന്യൂസ് ചാനൽസൊക്കെ ഇത് ഡിസ്കസ് ചെയ്ത് തുടങ്ങിയത് മിഡ് മേയിലാണ്. അപ്പൊ ഇതൊരു തെറ്റായ പ്രചരണമാണ്. അതായത് ലക്ഷദ്വീപിനകത്ത് ഇതൊന്നും നടന്നിട്ടില്ല, ഈ പ്രൊട്ടസ്റ്റ് ഒന്നും നടന്നിട്ടില്ല, ഇത് കേരളത്തിൽ നിന്ന് മാത്രം വരുന്നൊരു പ്രൊട്ടസ്റ്റ് ആണെന്നുള്ളത് ഒരു തെറ്റായ പ്രചരണമാണ്. പിന്നെ ഇവർ ഈ പറയുന്നത്, മൈ അണ്ടർസ്റ്റാൻഡിംഗ് ഈസ് ദാറ്റ് ഓപ്പോസിഷൻ ഹാസ് ബിഗൺ ഫ്രം കേരള എന്നാണ്. ഇവിടെ നിന്നാണ് തുടങ്ങിയത്. യൂണിയൻ ടെറിട്ടറീസ് ഇൻഡിപെൻഡന്റ് എന്ന് വെച്ചാൽ കേരളവുമായി ഇതൊരു ബന്ധമില്ല എന്ന് ഒരു ദേശീയ നമ്മുടെ കേരളത്തിന് പുറത്തുള്ള ആളുകളെ അറിയിക്കുകയാണ്. ദ ക്യാമ്പയിൻ അഗൈൻസ്റ്റ് അഡ്മിനിസ്ട്രേഷൻ ഈസ് റൺ ബൈ കേരള. അതൊരിക്കലും ശരിയായ ഒരു കാര്യമല്ല. കാരണം ലക്ഷദ്വീപിനകത്ത് പ്രൊട്ടസ്റ്റ്, ഈവൻ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സ് ആയ പഞ്ചായത്ത് പോലും ഫെബ്രുവരി റെസൊല്യൂഷൻസ് ഇറക്കിയിട്ടുണ്ട്, ജാനുവരിയിൽ റെസൊല്യൂഷൻസ് ഇറക്കിയിട്ടുണ്ട്, SOPക്കെതിരെ ഇറക്കിയിട്ടുണ്ട്, പഞ്ചായത്ത് റെസൊല്യൂഷന്റെ ഡ്രാഫ്റ്റിനെതിരെ ഇറക്കിയിട്ടുണ്ട്. കേരളത്തിലെ മീഡിയ ഇതിനെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയത് മെയ്യിലാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ശരിയാവുന്നത്? ഇതൊരു തെറ്റായ ഒരു പ്രചരണമാണ്. മെയ്യിലും ഇതിനെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങി എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഏപ്രിൽ ലാസ്റ്റിലാണ് LDAR എന്ന് പറഞ്ഞൊരു ഏറ്റവും പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു ഡ്രാഫ്റ്റ് വന്നത്. അതിന്റെ പ്രൊവിഷൻസ് എത്രത്തോളം പ്രോബ്ലമാറ്റിക് ആണെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഒരു മൂവ്മെന്റ് ഇതിന്റെ ബാക്കിൽ നടന്നത്, ആൾക്കാർ പ്രൊട്ടസ്റ്റ് ചെയ്ത് തുടങ്ങിയത്, സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ചൊരു ഡിസ്കഷൻ വന്നത്. അതുകൊണ്ടാണ് ഇത് ഇത്രയും വലിയ. അഡ്മിനിസ്ട്രേറ്ററുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് ആണ് ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ ഉത്ഭവസ്ഥാനം കേരളമാണ്. ഇത് റൺ ചെയ്യുന്നത്, ഈ പ്രതിഷേധം റൺ ചെയ്യുന്നത് കേരളത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഐഷ സുൽത്താനെയൊക്കെ പിടിച്ച് ലക്ഷദ്വീപിലേക്ക് തിരികെ എത്തിക്കാൻ നോക്കുന്നത്. ചെവിക്ക് പിടിച്ച് ലക്ഷദ്വീപിലേക്ക് തിരികെ എത്തിക്കുന്നത് പോലെയാണ്. രാജ്യദ്രോഹമാണ് കുറ്റം.
അല്ലേ? അതെ അതെ, അതായത് വോയിസ് റേസ് ചെയ്യുന്ന എല്ലാ ആൾക്കാരുടെയും വോയിസിനെ ഒന്നെങ്കിൽ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പേടിപ്പിച്ച് അടിച്ചമർത്തുക എന്നുള്ള രീതിയാണ്. കാരണം നമ്മൾ റേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിന് ഇവർക്ക് ആൻസേഴ്സ് ഒന്നും ഇല്ല ലോജിക്കലായിട്ട്. ഒന്നെങ്കിൽ ഈ പ്രൊട്ടസ്റ്റ് കേരളം തുടങ്ങിയ ഒരു സാധനമാണ്, ആൾക്കാർക്ക് വിവരം ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പൊ ഞങ്ങൾക്ക് വിവരം ഉണ്ടാക്കി തരേണ്ടത് ഒരു അഡ്മിനിസ്ട്രേഷന്റെ ഉത്തരവാദിത്തം കൂടിയാണ്. ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു ഞങ്ങൾക്ക് വിവരം ഇല്ലാത്തതുകൊണ്ടാണ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്, അന്ന് പ്ലീസ് എക്സ്പ്ലെയിൻ, ഞങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യ്. ഞങ്ങൾക്ക് ഇന്ന പേടികൾ ഉണ്ടെന്ന് ഞങ്ങൾ പറയുന്നു, പ്ലീസ് എക്സ്പ്ലെയിൻ ടു അസ്. ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി താ എന്തുകൊണ്ടാണ് ഈ നിയമങ്ങൾ ഞങ്ങൾക്ക് നല്ലത്. അഡ്മിനിസ്ട്രേറ്ററോട് ദ വീക്കിന്റെ ലേഖകൻ ചോദിക്കുന്നുണ്ട്, ഇവർ അവെയർ അല്ല എങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഈ പ്രൊട്ടസ്റ്റ് ഉണ്ടാകുന്നത്? പ്രൊട്ടസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഡ്രാഫ്റ്റിനെതിരായിട്ടുള്ള ഒബ്ജക്ഷൻ ഉണ്ടാകുന്നത് എന്ന്. അപ്പൊ അദ്ദേഹം പറയുന്നത് അത് കേരളത്തിന്റെ ഒബ്ജക്ഷൻ. പിന്നെ അദ്ദേഹം അതിൽ പറയുന്ന വേറൊരു കാര്യം, എല്ലാ റൂൾസും ഫോളോ ചെയ്തുകൊണ്ടാണ് ഈ പബ്ലിക്കിലോട്ട് ഈ ഡ്രാഫ്റ്റ്സ് ഇട്ടേക്കുന്നത് എന്നുള്ളത്. ഇത് ഭയങ്കര ഒരു ഫോൾസ് ആയിട്ടുള്ള ഒരു സാധനമാണ്. കാരണം ലക്ഷദ്വീപിൽ ആകെയുള്ള ഒരു ന്യൂസ് പേപ്പർ ലക്ഷദ്വീപ് ടൈംസിൽ ഈ ഡ്രാഫ്റ്റ്സ് ഒന്നും പബ്ലിഷ് ചെയ്തിട്ടില്ല. മലയാളത്തിലോ എൻ്റെ നാടായ മിനിക്കോയിലെ മഹൽ ഭാഷയിലോ ഈ ഡ്രാഫ്റ്റ്സ് ഒന്നും പബ്ലിഷ് ചെയ്തിട്ടില്ല. പാൻഡമിക് ഉള്ള സമയത്ത് കുറെ ഐലൻഡ്സ് ലോക്ക്ഡൌണിൽ ഇരിക്കുമ്പോഴാണ് ഈ ഡ്രാഫ്റ്റ്സ് ഓൺലൈനിൽ പബ്ലിഷ് ചെയ്യുന്നത്, നെറ്റ് കണക്ടിവിറ്റി വളരെ ലോ ആയിട്ടുള്ള ഒരു സ്ഥലത്ത്. പിന്നെ എങ്ങനെയാണ് ഈ അഡ്മിനിസ്ട്രേറ്റർ പറയുന്നത് എല്ലാ റൂൾസും ഫോളോ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ പബ്ലിക്കിലോട്ട് ഈ ഡ്രാഫ്റ്റ്സ് ഇട്ടേക്കുന്നത്? ഈ ഇൻഫർമേഷൻ ആൾക്കാരിലോട്ട് എത്താണ്ടിരിക്കാൻ, ഈ ഡ്രാഫ്റ്റ്സ് ആൾക്കാർ കാണാണ്ട് അതിനെ എങ്ങനെയും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു അജണ്ട ആയിരുന്നു ഈ അഡ്മിനിസ്ട്രേഷന്റെ. പക്ഷെ അത് നടന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് ഇതിനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഫോൾസ് ആയിട്ടുള്ള ആയിഷ സുൽത്താന നമ്മോടൊപ്പം ഉണ്ട്. ആയിഷ, ഇന്നിപ്പോ ഹൈക്കോടതിയെ സമീപിച്ചു, നാളെ ഹൈക്കോടതി ഈ വിഷയം എടുക്കുകയാണ്. എന്ത് പ്രതീക്ഷയാണുള്ളത് ആയിഷയ്ക്ക്? അതെ, ഇപ്പോ ഇന്ന് കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ആ വഴിക്ക് തന്നെ പോട്ടെ, എന്താന്നുള്ളത് നമുക്ക് കണ്ടറിയാമെന്നുള്ളതാണ്. പക്ഷെ എനിക്ക് ഒരു കാര്യം ഇന്ന് പറയാനുണ്ട് സർ, ഞാൻ പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ. ഇപ്പൊ ഇവർ എന്റെ പേരിൽ കേസ് എടുത്തിരിക്കുന്നത് എന്റെ വായിന്ന് സ്ലിപ്പായ ഒരു വേർഡ് വെച്ചിട്ടാണ്. ഓക്കെ, ഞാനത് പ്രയോഗിച്ചത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് കൂടെയും അവർക്കത് ബിലീവ് ചെയ്യാൻ പറ്റുന്നില്ല. അവര് വീണ്ടും വീണ്ടും അതിൽ പിടിച്ചിട്ട് എന്റെ ബാക്ക്ഗ്രൗണ്ട് തപ്പ് ചെയ്യുന്നു, ഞാൻ ഏതോ ബംഗാളിൽ പോയി ജനിച്ച കുട്ടിയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ അത്തരത്തിലേക്കൊക്കെ കയറി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ വേറെ ഏതൊരു തീവ്രവാദി കൂടെ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഇന്നാണല്ലോ നമ്മളെ പ്രഫുൽ പട്ടേൽ ലക്ഷദ്വീപിൽ എത്തിയിരിക്കുന്നത്. ഇന്ന് സംഭവിച്ച ഒരു ഇൻസിഡന്റ് ഞാൻ പറയാം. ചെത്ലാത്ത് എന്ന് പറയുന്ന ദ്വീപാണ് എന്റെ നാട്. അവിടെ ഇന്നൊരു ഇവാക്വേഷൻ നടന്നിട്ടുണ്ട്. ഒരാഴ്ചയായിട്ട് കോവിഡ് ബാധിതരായിട്ടുള്ള ആളുകള് അവിടെ ഉണ്ട്, ഒരുപാട് പേര്. അതില് ഇന്ന് വളരെ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജില് ഇന്നൊരു ഇവാക്വേഷൻ നടന്നിട്ടുണ്ട്. ആ പേഷ്യന്റ് എന്റെ മാമാടെ വൈഫാണ്. അപ്പൊ ഇന്ന് ഇവിടെ എത്തിയിരിക്കുകയാണ് ആ പേഷ്യന്റ്. കാരണം അവിടെ അതിനായിട്ടുള്ള ഫെസിലിറ്റീസ് ഇല്ലാത്തത് കൊണ്ടാണ് ഇവാക്വേഷൻ നടത്തേണ്ടി വന്നത്. അവർ പറയുന്നത് കേന്ദ്ര സർക്കാർ കോവിഡ് പ്രോട്ടോകോൾസ് അനുസരിച്ച് അവർ ക്വാറന്റൈൻ പിൻവലിച്ചു എന്നാണ്. ഇന്ത്യയുടെ മറ്റുള്ള ഭാഗങ്ങളിൽ പിൻവലിക്കും പോലെയല്ല ലക്ഷദ്വീപില് പ്രോട്ടോകോൾസ് പിൻവലിച്ചാലുള്ള അവസ്ഥ. ഞങ്ങൾക്ക് അടിസ്ഥാനപരമായ ഹോസ്പിറ്റൽ സംവിധാനം ഇല്ല. ഉറ്റവരും ഉടയവരും കൺമുമ്പിൽ പിടഞ്ഞു മരിക്കുന്നത് നിസ്സഹായ അവസ്ഥയിൽ കണ്ടു നിൽക്കേണ്ടി വരും. ഈ സാഹചര്യത്തിലാണ് ഞാൻ പ്രതികരിക്കുന്നത്. അവിടെ എത്ര പേർക്ക് എമർജൻസി ഇവാക്യുവേഷൻ ഫെസിലിറ്റി ഇവർക്ക് കൊടുക്കാൻ കഴിയും? ഒരു 10 പേർക്കാണ് ഇന്ന് ഇതേപോലെ സംഭവിച്ചിരുന്നെങ്കിൽ. ഇതെന്റെ സ്വന്തം മാമയുടെ വൈഫ് ഇതേ ഇപ്പൊ ഇവിടെ എത്തിയിരിക്കുക തൃപ്പൂണിത്തുറയില് കോവിഡ് പോസിറ്റീവ് സെന്ററിൽ ഇന്ന് അഡ്മിറ്റ് ആയിരിക്കുക. ഇത് ഇന്ന് നടന്ന ഇഷ്യൂ. ഇന്ന് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേലിന്റെ ഇന്റർവ്യൂ വായിച്ചിട്ടുണ്ടാവുമല്ലോ ദ വീക്കിലും. അദ്ദേഹം എനിക്ക് തോന്നുന്നു എക്കണോമിക് ടൈംസിലും ഇതേപോലെ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രധാനമായും പറയുന്നത് ആയിഷ, ഈ കേരളത്തിൽ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം, ഈ ഒരു പ്രതിഷേധത്തിൻ്റെ ഉത്ഭവം. ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്, റൺ ചെയ്യുന്നത് കേരളത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് ആയിഷ സുൽത്താനെ പോലുള്ളവർ കേരളത്തിൽ തുടരേണ്ടതില്ല എന്ന തീരുമാനം ഒരുപക്ഷെ അഡ്മിനിസ്ട്രേറ്റർ എടുത്തിട്ടുണ്ടാവുക. സർ, അവരോടൊക്കെ അത്തരത്തിലുള്ള ഒരു ഉത്തരം കൊടുക്കാൻ പോലും നമ്മളുടെ ഒരു ഉത്തരത്തിന് പോലും യോഗ്യതയില്ല. ഞാൻ ഈ പറഞ്ഞ ആൾക്ക് എന്റെ ഒരു ആൻസർ കിട്ടാനുള്ള യോഗ്യതയില്ല. കാരണം ഇത്തരം ഇൻസിഡന്റ് ഇന്നും കൂടെ ഞാൻ ഫേസ് ചെയ്തതാണ്.
രണ്ടാമത്തെ സമരമാണല്ലോ ഇന്ന് നടക്കുന്നത്. ഒന്നാമത്തെ സമരം നിങ്ങൾ വീട്ടിൽ തന്നെ നിരാഹാര സമരം നടത്തി. ഇന്നിപ്പോൾ രാവിലെ മുതൽ കറുത്ത തുണി ധരിച്ചുകൊണ്ട് പ്ലക്കാർഡ് ഉയർത്തി പ്രതിഷേധിച്ചു. രാത്രി 9 മണിക്ക് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നിങ്ങൾ പാത്രം മുട്ടുന്നുണ്ട്. ലൈറ്റ് അണച്ച് മെഴുകുതിരി മാത്രം കത്തിച്ചുള്ള പ്രത്യേക സമരം. ഇതൊക്കെ തന്നെയും യഥാർത്ഥത്തിൽ സമരമായി അഡ്മിനിസ്ട്രേറ്റർ കാണുന്നില്ലേ, അല്ലെങ്കിൽ BJP കാണുന്നില്ലേ? ഈ BJPക്കാർ ഇതൊന്നും കാണുന്നില്ലല്ലോ. ഇത് നമ്മളെ വായിന്ന് വീണുപോയ ഒരു വേർഡ് അല്ലേ അവരിപ്പോ കാണുന്നത്. ബാക്കിയൊന്നും അവരുടെ ശ്രദ്ധയിൽ ഇപ്പൊ ഇല്ലല്ലോ. പിന്നെ ആയിഷ സുൽത്താൻ ആരാണ്, ആയിഷ സുൽത്താനിക്ക് എവിടെയൊക്കെ കണക്ഷൻ ഉണ്ട്, ഇതൊക്കെ മാത്രമാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. ബാക്കിയൊന്നും അവർ കാണുന്നില്ലല്ലോ. അതിന്റെ തെളിവല്ലേ ഞാൻ ജീവിച്ചിരിക്കുന്ന ഞാൻ തന്നെയല്ലേ തെളിവ്. അവരോട് വ്യക്തമായിട്ട് പറയാ, കാർന്ന് തിന്നാനാണ് ഉദ്ദേശമെങ്കിൽ താണ്ഡവമാടാനാണ് ഞങ്ങളുടെ തീരുമാനം. ഇതിലൊരു മാറ്റവും ഇല്ല. ഇവരെ പോലെയുള്ള ആളുകൾക്ക് ലക്ഷദ്വീപിനെ കാർന്ന് തിന്നാനാണ് ഉദ്ദേശമെങ്കിൽ താണ്ഡവമാടാനാണ് ഞങ്ങളുടെ തീരുമാനം. ഇത് ഈ പറയുന്ന BJP നേതാക്കന്മാർ കേരളത്തിലുള്ളവരൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇതിനൊന്നും ഒരു മാറ്റവും ഇല്ല. കാരണം ദാമൻ ദ്വീപിലെ ഒരു ഡ്രാഫ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് ലക്ഷദ്വീപിൽ ഇറക്കിയ ആളാണ് ഈ പ്രഫുൽ പട്ടേൽ. ഇതെല്ലാവർക്കും അറിയാം. നമ്മൾ ഇതേപോലെ ഒരു ചർച്ചയിൽ തന്നെയാണ് അവർ വെളിപ്പെടുത്തിയത്. അപ്പം നമുക്ക് വളരെ വ്യക്തമാണ്. ശരി, ദയവായി തുടരുക ആയിഷ. ഞാൻ മടങ്ങിയെത്താം. സലിം, അദ്ദേഹം BJPയുടെ അമനി ദ്വീപ് പ്രസിഡന്റാണ്. ശ്രീ സലിം, ഇന്ന് വലിയ പ്രതിഷേധമാണോ ലക്ഷദ്വീപിൽ ഉണ്ടായിട്ടുള്ളത്? BJPക്ക് ഈ പ്രതിഷേധത്തെ തണുപ്പിക്കാനാകുന്നില്ലേ? തീർച്ചയായും പറഞ്ഞോളൂ. ഹലോ, കേൾക്കാവോ? പൂർണ്ണമായും കേൾക്കാം. ലക്ഷദ്വീപ് എന്നത് ഭയത്തിലാണെന്ന്. കാരണം ഭയത്തിലാണ്. കാരണം അഡ്മിനിസ്ട്രേറ്ററുടെ ഒരുപാട് ഡ്രാഫ്റ്റുകൾ ഇറക്കിയതിലുള്ള ഭയമാണ്. ഈ ഭയം ലക്ഷദ്വീപ് ജനതയിൽ നിന്ന് ദൂരീകരിക്കുക എന്നത് ലക്ഷദ്വീപ് BJPയുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായിട്ടാണ് ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൽ ഖാദർ ഹാജിയും സംഘവും ഡൽഹിയിൽ പോയതും അമിത്ഷാജിയെ കണ്ട ഉറപ്പുമായി മടങ്ങിയെത്തിയത്. എനിക്ക് ഉറപ്പുണ്ട് ജനത്തിന്റെ ഭയം ഇല്ലായ്മ ചെയ്യാൻ ലക്ഷദ്വീപ് BJPക്ക് കഴിയുമെന്ന്. എങ്ങനെയാണ് ഭയം ഇല്ലാതാക്കാൻ ലക്ഷദ്വീപ് BJPക്ക് കഴിയുക? ഇപ്പോൾ ആയിഷ സുൽത്താനക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി കേസെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഭയം ഉണ്ടാക്കുന്നു, ഒന്ന് ഡ്രാഫ്റ്റിലൂടെ, രണ്ട് വിറപ്പിക്കണം. വെറും ഭയം മാത്രം പോരാ എന്നുള്ളത് കൊണ്ടാണ് ആയിഷയ്ക്കെതിരെ ഒരുപക്ഷെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിട്ടുണ്ടാവുക. ബാക്കിയുള്ളവർ ഇറങ്ങിത്തിരിക്കാൻ പാടില്ല. അതാണ് പറയുന്നത്. ഞാൻ ഇത് ഉറപ്പുണ്ട് ഞങ്ങൾക്ക്. ഈ ഭയം ഇല്ലായ്മ ചെയ്യാൻ ലക്ഷദ്വീപ് BJPക്ക് കഴിയുമെന്ന്. വികസനത്തിന് ഒരിക്കലും ലക്ഷദ്വീപ് ജനം എതിരല്ല. അതായത് ഹലോ, കേൾക്കാവോ? കേൾക്കാം. ഇന്ന് ലക്ഷദ്വീപിന്റെ അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ പറയുന്നത് കേരളത്തിൽ നിന്നാണ് ഈ സമരങ്ങൾ ഉത്ഭവിക്കുന്നത്, കേരളത്തിൽ നിന്നാണ് ഇത് നിയന്ത്രിക്കുന്നതെന്നാണ്. പറഞ്ഞോ. സോറി, പറഞ്ഞോളൂ. വികസനത്തിന് ജനം ഒരിക്കലും എതിരല്ല ഒരു കാലത്തും. പിന്നെ BJPയിൽ വിട്ടുപോയവർ അത് പാർട്ടിയിലേക്ക് തിരിച്ചെത്തും. ആ കേന്ദ്രത്തിൽ ഞങ്ങൾക്ക് ഇന്നും വിശ്വാസമുണ്ട്. കേന്ദ്ര നേതൃത്വത്തിൽ വിശ്വാസമുണ്ട്. പ്രതിഷേധം അത് ജനങ്ങൾ ഈ ഒരു ഡ്രാഫ്റ്റും ഈ ഒരു ഭയം തീരുന്നത് വരെ പ്രതിഷേധം ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ്. ഉണ്ടാവുക ചെയ്യും. പിന്നെ ആയിഷ സുൽത്താനയുടെ കേസുള്ളത് കോടതിയിലാണ്. അത് കോടതി തീരുമാനിക്കട്ടെ. ആയിഷ സുൽത്താനയുടെ കേസിൽ കോടതിയിൽ നിന്ന് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് നിയമത്തിന്റെ ബാലപാഠം അറിയുന്ന എല്ലാവർക്കും അറിയാം. പക്ഷേ ആയിഷ സുൽത്താനെ നടത്തിക്കണം. ആയിഷ സുൽത്താനെ ആ ട്രോമയിലൂടെ കൊണ്ടുപോകണം. അങ്ങനെ ഭയപ്പെടുത്തണം. ആയിഷ സുൽത്താനെ മാത്രമല്ല, ആയിഷ സുൽത്താനെ പോലെ പ്രതികരിക്കാൻ ആരൊക്കെ ഒരുങ്ങുന്നുണ്ടോ അവരെയൊക്കെ ഭയപ്പെടുത്തി ഇരുത്തണം. ഇതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ആയിഷ സുൽത്താനയുടെ കോടതിയിലാണ് കേസ്. ഇപ്പോൾ കോടതി പരിശോധിക്കട്ടെ എന്നൊക്കെ പറയുന്നത് ഈ വിഷയത്തെ നിസ്സാരവൽക്കരിക്കലാണ്. ശ്രീ സലിം,
എക്കാലത്തും ബ്യൂറോക്രാറ്റിന്റെ ഒരു സ്വഭാവമല്ലേ അത്? ഏത് ബ്യൂറോക്രാറ്റ്? ഇതിനകത്ത് ബ്യൂറോക്രാറ്റ് ഇൻവോൾവ് അല്ലല്ലോ. അതായത് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ എന്ന് വെച്ചാൽ ഒരു സാധാരണയാളാണ് താങ്കളെ പോലെ, എന്നെ പോലെ ഒരു സാധാരണയാള്. പക്ഷെ അദ്ദേഹം ഒരു ഭരണകർത്താവല്ലേ? ഭരണകർത്താവാണ്. അദ്ദേഹത്തിന് ഒരു ഭരണഘടനാ പദവി കൽപ്പിച്ച് നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപാണ് നമ്മുടെ വിഷയം. ലക്ഷദ്വീപിലെ ജനങ്ങളുടെ ഭയമാണ്. ലക്ഷദ്വീപിനെ രക്ഷിക്കാൻ, ഇപ്പോഴത്തെ അവസ്ഥയിൽ ലക്ഷദ്വീപിനെ രക്ഷിക്കാൻ ഈ അഡ്മിനിസ്ട്രേറ്ററെ മാറ്റണമെന്നാണോ ബി.ജെ.പിയുടെ അവിടുത്തെ ലക്ഷദ്വീപിലെ അഭിപ്രായം? മാറ്റേണ്ടി വന്നാൽ മാറ്റുക തന്നെ വേണം. മാറ്റേണ്ടി വന്നാൽ മാറ്റേണ്ടി വന്നിട്ടുണ്ടോ? ഇദ്ദേഹം നമ്മുടെ വഴിക്ക് ഇന്നേ വരെ വന്നിട്ടില്ല, ഈ നിമിഷം വരെ. കാരണം ഇപ്പോഴും വരുന്നതിന് മുമ്പും അദ്ദേഹം കൊടുത്ത ഇന്റർവ്യൂ നിങ്ങളിപ്പോ വായിച്ചില്ലേ? അപ്പോ നമുക്ക് മനസ്സിലാവുന്നത് അദ്ദേഹത്തിന്റെ സ്റ്റാൻഡിൽ നിന്നും ഇന്നേ വരെ പിന്നോട്ട് വന്നിട്ടില്ല. ദയവായി തുടരുക. ഞാൻ മടങ്ങിയെത്താം താങ്കളിലേക്ക്. എനിക്ക് കുറച്ച് സംശയങ്ങൾ കൂടി ഉണ്ട് താങ്കളോട് ചോദിക്കാൻ. ശ്രീ എ മാരിഫ്, കേരളത്തിൽ നിന്നാണ് ഈ സമരം നിയന്ത്രിക്കുന്നത് എന്നുള്ള ഒരു ഗുരുതരമായ ആക്ഷേപമാണ് ഒരു ഭരണഘടനാ തലവൻ പറയുന്നത്, അല്ലെങ്കിൽ ഭരണഘടനാ പദവിയിലുള്ള ആൾ പറയുന്നത്. അതേ ഒരു സംസ്ഥാനത്തിൻ്റെ ചുമതല വഹിക്കുന്ന ആളല്ലേ. കേരളത്തിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പിഴവുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു സ്വയം പരിശോധന, ആത്മവിമർശനം നടത്തേണ്ടതാണ്. ഈ വിഷയങ്ങളെല്ലാം ലക്ഷദ്വീപിലെ ജനങ്ങൾ പറഞ്ഞാണ് പുറം ലോകം അറിയുന്നത്. അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ പുറം ലോകം എന്നല്ല അവർ പറയുന്നത്. കേരളത്തെ അവർ വിളിക്കുന്നത് മെയിൻലാൻഡ് എന്നാണ്. മെയിൻലാൻഡ് എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ ഒരു ഒരു യഥാർത്ഥ ഭാഷ അർത്ഥം എന്ന് പറയാം? കേരളത്തില ഇന്ത്യയെ പൊതുവായിട്ട് മെയിൻലാൻഡ് എന്നാണ് അവർ വിശേഷിപ്പിക്കുക. മെയിൻലാൻഡ് എന്ന് പറയുന്നത് ഒരു ദ്വീപിൽ നിന്ന് അവരൊരു മെയിൻലാൻഡിലേക്ക് എത്തുന്നത് പ്രയോഗം മാത്രമേ ഉള്ളൂ. മറ്റ് സ്റ്റേറ്റുകളെയല്ല, കേരളത്തെയാണ് അവർ പ്രധാനമായും കാണുന്നത്. ശരിയാണ്, കേരളത്തെയാണ്. ഐഷ സുൽത്താന അവിടുത്തുകാരിയാണ്. അതുപോലെ ഇവിടെ പ്രതിഷേധിക്കുന്ന ഓരോരുത്തരും കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് സബിത ഇബ്രാഹിം, അവരുടെ പേരിലും അവരുടെ വീട്ടിലും അവരുടെ മാതാപിതാക്കളെ എല്ലാം ക്വസ്റ്റ്യൻ ചെയ്തു. ചാനൽ ചർച്ചയിൽ ഉടനീളം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതെല്ലാം ഈ ഞങ്ങൾ ഇവിടുന്ന് മെയിൻലാൻഡിൽ നിന്ന് പങ്കെടുക്കുന്ന ഓരോരുത്തരെ പോലെ തന്നെ അവിടുന്നുള്ള പ്രതികളെല്ലാം നിങ്ങളോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുകയാണ്. ആ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നവരെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് ഇവിടെ നിന്ന് നിയന്ത്രിക്കുന്നതാണെങ്കിൽ അവരുടെ പ്രതിഷേധങ്ങളെല്ലാം അവിടെ ഉയരുകയില്ലേ? ഇന്ന് പ്രഫുൽ ഖോഡ പട്ടേൽ വന്ന ദിവസം നമ്മളെല്ലാം ടി വിയിലൂടെ കണ്ടല്ലോ അവിടുത്തെ പ്രതിഷേധം. എല്ലാവരും ഇന്ന് കറുത്ത തുണി, കറുത്ത ഉടുപ്പ് ധരിച്ചു, കറുത്ത മാസ്ക് ധരിച്ചു. ഏറെക്കുറെ എല്ലാവരും കറുത്ത ഡ്രസ്സാണ്. നമ്മൾ കാണുന്ന കുറച്ച് ചിത്രങ്ങളും കുറച്ച് ദൃശ്യങ്ങളുമാണ്. അപ്പൊ അത്രയും പേരെ ഉണ്ടാവുള്ളൂ അതില്. അപ്പോ ആകെ ലക്ഷദ്വീപ് അങ്ങനെ സമരത്തിലാണ് എന്ന് നമുക്ക് എങ്ങനെ പറയാനാകും? ഈ പ്രതിഷേധങ്ങളെല്ലാം ഉയർന്നു വരുന്നത് അവിടുന്നാണ്. ആ പ്രതിഷേധത്തെ പിന്തുണയ്ക്കുക എന്നത് കേരളത്തിന്റെ ദൗത്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കേരളവും ലക്ഷദ്വീപും തമ്മിലുള്ള ഒരു പൊക്കിൾ കൂടി ബന്ധമുണ്ട്, ഒരു നാഭീനാള ബന്ധമുണ്ട്. ആ ബന്ധമാണ് കേരളത്തെ സ്വാഭാവികമായും തങ്ങളുടെ ഒരു കേരളത്തിന്റെ ഒരു കുടുംബം പോലെയാണ് ലക്ഷദ്വീപിലെ ജനങ്ങളെ കാണുന്നത്. ശരി, അതോടുകൂടി ആ കാര്യത്തിൽ തീർപ്പായി. ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരവായി. ദയവായി തുടരുക ശ്രീ എ മാരിഫ്. ഫൈസൽ MP വന്നിട്ടുണ്ട് നമ്മോടൊപ്പം. ശ്രീ ഫൈസൽ, താങ്കളെ നേരിട്ട് കാണുന്ന ആദ്യമായിട്ടാണ്. ഞാൻ നേരത്തെ ആരിഫിനോട് ചോദിച്ച പോലെ അങ്ങനെ ഒരു പ്രതിഷേധം ആളിക്കെത്തുന്നുണ്ടോ അവിടെ, അതോ നമ്മൾ കാണുന്ന കുറച്ച് ചിത്രങ്ങൾ മാത്രമാണോ? തീർച്ചയായിട്ടും അങ്ങനെയല്ല. ഈ കാണുന്ന ചെറിയ ചിത്രമല്ല ലക്ഷദ്വീപ്. ഇത് ലക്ഷദ്വീപ് ഇന്ന് ഈ സമരം ആഹ്വാനം ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയല്ല. എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും സംയുക്തമായിട്ട് രൂപീകൃതമാക്കിയ ഒരു സേവ് ലക്ഷദ്വീപ് ഫോറം, ആ ഫോറമാണ് ഇന്ന് ഈ സമരങ്ങളും പ്രതിഷേധങ്ങളും നയിക്കുന്നത്. അവിടെ വ്യത്യസ്തമായിട്ടൊരു അഭിപ്രായം ആർക്കുമില്ല. അതിൻ്റെ ഉദാഹരണമാണ് BJPയും ഇതിലൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു. അവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററെ മാറ്റണം, അവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള സംഭവങ്ങൾ മാറണമെന്ന് ബഹുഭൂരിപക്ഷം അവിടുത്തെ BJPക്കാർ. അപ്പോൾ അവിടെ ഇന്ന് ലക്ഷദ്വീപിലെ 70,000
ജനങ്ങൾ അല്ലെങ്കിൽ 12,500 വീടുകൾ ലക്ഷദ്വീപിൽ മൊത്തമായിട്ട് ഇന്ന് 12,500ഓളം വീടുകളുണ്ട്, വിത്ര അടക്കം. ഈ വീടുകൾ മുഴുവനായിട്ട് ഇന്ന് ലക്ഷദ്വീപിൻ്റെ ചരിത്രം, അതാണ് ഞാൻ പറഞ്ഞത്, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ലക്ഷദ്വീപ് ഇങ്ങനെ ഒരു പ്രതിഷേധം. ഇതിനു മുമ്പ് 7-ാം തീയതി 12 മണിക്കൂർ നിരാഹാരത്തിലിരുന്നു. അന്നും ലക്ഷദ്വീപ് മുഴുവനുമായി ചരിത്രം തന്നെയായിരുന്നു. ഇന്നും ഈ സമരം ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല, ആർക്കും നന്ദി പ്രകാശിപ്പിക്കാനുമില്ല. കാരണം സ്വന്തം ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്, അവരുടെ സ്വന്തം സമരമാണ്, അവിടെ സ്വന്തം സമരമാണ്. ആ സ്വന്തം സമരം അത് ചില ആൾക്കാർ മാത്രമാണ്, അല്ലെങ്കിൽ കേരളക്കാരാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ലക്ഷദ്വീപുകാർക്ക് പ്രശ്നമില്ല എന്നൊക്കെ പറയുന്നത് ഒരു ബാലിശമായിട്ടുള്ള കാര്യങ്ങളാണ്. ലക്ഷദ്വീപും കേരളവുമായിട്ടുള്ള ബന്ധം വളരെ ഞങ്ങളൊക്കെ പഠിച്ചതും കേരളത്തിൽ തന്നെയാണ്. എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ കേരളത്തിൽ, ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ എല്ലാം കേരളത്തിലാണ് പഠിച്ചത്. അതുപോലെ തന്നെ എൻ്റെ അടുത്തിരിക്കുന്ന ഫസീല, അൽത്താഫ്, ഇവരൊക്കെ തന്നെ കേരളവുമായിട്ട് വളരെയധികം ബന്ധമുള്ളവരാണ്. ആ കേരളത്തിന് സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ ശക്തിയും കേരളം തന്നെയാണ്. സത്യത്തിൽ ഞങ്ങളുടെ ഈ ചെറിയ തുരുത്തിൽ ഞങ്ങൾ തുടങ്ങി വെച്ച ഈ വിപ്ലവം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ തുടങ്ങി വെച്ചപ്പോൾ കേരളക്കരയിലെ വിദ്യാർത്ഥികൾ അവിടെ സഹപാഠികൾ ഏറ്റെടുത്തു. ആ കേരളക്കരയിലെ സഹപാഠികൾ ഏറ്റെടുത്ത് അതിലൂടെ കേരളം മൊത്തം അറിഞ്ഞു, അതിലൂടെ ലോകം അറിഞ്ഞു. അതിനർത്ഥം കേരളത്തിനാണ് ഇതിന് താല്പര്യം എന്നുള്ളത് വാക്ക് ശരിയല്ല, മറിച്ച് ലക്ഷദ്വീപ് തന്നെയാണ്. ലക്ഷദ്വീപിൽ നിന്ന് തുടങ്ങി വെച്ചത് കേരളം ഏറ്റെടുത്തു. കാരണം ആരിഫ് എൻ്റെ കൊളീഗ് ഇങ്ങനെ ഒരു പ്രസ്താവനയ്ക്ക് ഒരു വിപുലമായ അർത്ഥമുണ്ട്. അത് ഈ സിറ്റിസൺസ് അമെൻമെൻറ്റ് ആക്ട് ആയിക്കൊള്ളട്ടെ, NRC ആയിക്കൊള്ളട്ടെ, പിൽക്കാലത്ത് BJP അതിനെ വിശദീകരിച്ചിട്ടുള്ളത് ഇത് കേരളത്തിൽ നിന്ന് പോകുന്നവരുടെ മാത്രം സമരമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ JNUവിലാണെങ്കിലും ദില്ലി യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും എല്ലാം നടന്നിട്ടുള്ളത് അവസാനം കേരളക്കാർ മാത്രമാണ് എന്നുള്ള നിലയിലാണ്. കേരളത്തിലെ ഫണ്ടിങ് ആണത്രേ ഈ സമരത്തെ ആകെ ഉത്തേജിപ്പിച്ചിട്ടുള്ളത്. എന്ന് പറയുന്നത് പോലെ ലക്ഷദ്വീപിൽ ഇപ്പോൾ ലക്ഷദ്വീപുകാർക്ക് വേണ്ടിയുള്ള സമരത്തിൻ്റെ പിന്നിലും കേരളമാണ് എന്ന നിലയിൽ വരുത്തി തീർക്കാൻ ഒരു അഡ്മിനിസ്ട്രേറ്റർ പരസ്യമായി സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യാണ്. നമ്മൾ അങ്ങോട്ട് അല്ല, അതാണ് അയാൾക്ക് കേരളത്തിൽ ഇന്നത്തെ അയാളെ യാത്ര തന്നെ കേരളം ഒന്ന് ടച്ച് ചെയ്യാതെ തന്നെയാണ് ഗോവ അഗത്തി ദ്വീപിലേക്ക് നേരിട്ട് പറക്കുന്ന സാഹചര്യം. ഇവിടെ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഇവിടെ അദ്ദേഹത്തിൻ്റെ യാത്രയുടെ ചെലവുകൾ ഇന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 3 സ്പെഷ്യൽ ഫ്ലൈറ്റിലാണ് ഇറങ്ങുന്നത്. ടോണിയറിൻ്റെ കോസ്റ്റ് ഗാർഡിൻ്റെ ഫ്ലൈറ്റിലാണ്. ഇവിടെ ലക്ഷദ്വീപ് സന്ദർശിച്ച എല്ലാ കേന്ദ്രമന്ത്രിമാരും എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിൽ അഗത്തി പോയി ഇറങ്ങിയിട്ട് അഗത്തിയിൽ നിന്ന് ലക്ഷദ്വീപിൻ്റെ പവൻ ഹാൻസ് ഹെലികോപ്റ്ററിലാണ് കവരത്തിയിലോ മറ്റിതര ദ്വീപിലോ പോകുന്നത്. ഇയാൾ മാത്രമായിട്ട് കോസ്റ്റ് ഗാർഡിൻ്റെ ചാർട്ടേഡ് ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഡോണിയോ ഫ്ലൈറ്റ് ഉപയോഗിച്ച് ഇന്ന് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പോലെ ഇതിന് മുമ്പുള്ള ദമനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ദമനിൽ നിന്ന് ഗോവയിൽ വന്നു, ഗോവയിൽ നിന്ന് അഗത്തിയിലേക്ക്, ഇതിന് മുമ്പത്തെ പ്രാവശ്യവും. പക്ഷെ ഈ പ്രാവശ്യത്തെ അല്ലാത്തതിന് മുമ്പുള്ള യാത്രയുടെ ക്ലെയിം കോസ്റ്റ് ഗാർഡ് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ കൊടുത്തിരിക്കുന്നത് 93 lakhs rupees-ആണ്. ഒരു ഭാഗത്ത് പ്രധാനമന്ത്രി പറയുന്നു ചെലവ് പ്രധാനമന്ത്രിയല്ല ഇദ്ദേഹത്തിന്റെ തന്നെ അതെ ഈ ചെലവ് കുറക്കണമെന്ന് പറയുമ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ കോണ്ടെക്സ്റ്റ് ഇവിടെ പിരിച്ചുവിട്ട ഏകദേശം 200ഓളം മറൈൻ വാച്ചേഴ്സ് ഉണ്ട്. അവിടെ മിഡ് ഡേ മീൽസിൽ 15-20 വർഷം ജോലി ചെയ്യുന്നവരുണ്ട്. എത്രയോ വർഷമായി ലക്ഷദ്വീപിന്റെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് സ്പോർട്സിൽ ജോലി ചെയ്യുന്നവരുണ്ട്. ഇവർക്കൊക്കെ ഒരു വർഷം ആനുവൽ ഔട്ട്ലേ വരുന്നത് ഇതിന്റെ പകുതി മതി. ഇതിന് വേണ്ടി ഈ ഒരു സംഭവത്തിന് വേണ്ടി 93 lakhs rupees ലക്ഷദ്വീപിന്റെ പ്ലാൻ ബജറ്റ് അല്ലെങ്കിൽ അലോക്കേറ്റഡ് ഫണ്ടിൽ നിന്നും ഇയാളുടെ ദൂരത്തിന് വേണ്ടി ചെലവഴിക്കുമ്പോൾ ഇതെങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? എന്ത് ജനാധിപത്യമാണ് ഇവിടെ? ആരെയാണ് അദ്ദേഹം സേവിക്കാൻ വരുന്നത്? ലക്ഷദ്വീപ് ജനതയാണോ? ആരാണ് സ്നേഹിക്കുന്നത്? ഇവിടെ എന്താണ് സത്യത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അവിടെ ഈ ഒരു 5 മാസത്തിനുള്ളിൽ എന്ത് വെൽഫെയർ മെഷറാണ് ജനങ്ങൾക്ക് എന്തെങ്കിലും ക്ഷേമ പദ്ധതി ഈ 5 മാസത്തിനുള്ളിൽ എന്തെങ്കിലും ചെയ്തതായിട്ട് ലക്ഷദ്വീപ് ഭരണകൂടത്തിനോ അല്ലെങ്കിൽ പ്രഫുൽ കോട പട്ടേൽക്ക് ഈ ഇന്റർവ്യൂ പറയുന്ന ആൾ എന്തെങ്കിലും ക്ഷേമ പ്രവർത്തനം കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്ത് ദിനേശ്വർ ശർമ്മജിയുള്ള സമയത്ത് അന്ന് വേജ് ലോസിന് വേണ്ടിയിട്ട് കോമ്പൻസേഷൻ കൊടുത്തതാണ്. ഡെയിലി വേജസ് വെച്ചുകൊണ്ട് 4.5 കോടി രൂപ ലക്ഷദ്വീപിന്റെ ലേബർ SS-ൽ നിന്ന് കൊടുത്തിട്ടുള്ള ഇതിനകത്ത് ചില കോമൺ സെൻസ് വർക്ക് ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. അൽത്താഫ്, ഇതിനകത്ത് കോമൺ സെൻസ് വർക്ക് ചെയ്യാനാണ് പ്രധാനമായും അഡ്മിനിസ്ട്രേറ്റർ ശ്രമിച്ചിട്ടുള്ളത്. അദ്ദേഹം ചോദിക്കുന്നത് ഈ ഗുണ്ട ആക്ട് എന്തിനാണ് എന്ന ചോദ്യത്തിന് അവിടെ മയക്കുമരുന്ന് മാരിജുവാനയൊക്കെ കടത്തിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ആയുധങ്ങൾ കടത്തിയിട്ടുണ്ട്. പിന്നെ ഒരു സംസ്ഥാനത്ത് കൊലപാതകം പ്രത്യേകിച്ച് നടക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അവിടെ കൊലപാതകത്തിനുള്ള ശിക്ഷാ വകുപ്പ് എടുത്തു കളയുകയാണോ ചെയ്യുക? അല്ല, ഭാവിക്ക് വേണ്ടിയിട്ടാണ് നിയമനിർമ്മാണം. സംഭവം നടന്നു കഴിഞ്ഞ് നിയമനിർമ്മാണം നടത്തുന്നത് എത്ര കണ്ട് അംഗീകരിക്കാൻ കഴിയുമെന്ന് തിരിച്ചുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. അതേപോലെ 2 കുട്ടികളുടെ കാര്യത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നത് എങ്ങനെയാണ്? 25 കുട്ടികളുള്ള ആളുകളെ കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല
എന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ അതൊക്കെ ദ്വീപിൻ്റെ ഭാവിക്ക് വികസനത്തിന് ദോഷമാണ്. പിന്നെ സ്കൂൾ കുട്ടികളുടെ കാര്യത്തിൽ അവിടെ പോഷകാഹാരം കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനം, അല്ലാതെ അവരുടെ ടേസ്റ്റ് ബഡിനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതല്ല. ഞങ്ങൾ ഫിഷ് ഉൾപ്പെടുത്തി മിഡ് ഡേ മീലിൽ, എന്നിട്ട് ബീഫ് എടുത്തു കളഞ്ഞു. കാരണം എന്താണ്, അത് മെയിൻലാൻഡിൽ നിന്ന് വരേണ്ട വിഭവമാണ് എന്നുള്ളതാണ്. ഇതൊരു കോമൺ സെൻസ് ആണോ? അതല്ല മികച്ച് അദ്ദേഹം പറയുന്നത്, ഇപ്പോൾ പിന്നെ ലക്ഷദ്വീപ് ഇന്ത്യയുടെ ഭാഗം തന്നെയല്ലേ, അവിടെ CRPCയും IPCയും ഒക്കെ അവിടെ ഉണ്ടല്ലോ. പിന്നെ ഒരു ഗുണ്ട ആക്ടിൻ്റെ ആവശ്യം എന്തെന്നാണ് ഞങ്ങളുടെ ചോദ്യം. കാരണം അവിടെ സാറ് നിങ്ങളുടെ കേരളത്തിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഓരോ പോലീസ് സ്റ്റേഷനിലും ഒരു ഗുണ്ട ലിസ്റ്റ് ഉണ്ടാവും. ഞാൻ സിനിമയിലൊക്കെയാണ് കണ്ടത്, ഗുണ്ടകളുടെ ഫോട്ടോസ് ഉണ്ടാവും. ലക്ഷദ്വീപിലെ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ ഒരു ഗുണ്ട ലിസ്റ്റ് ഉണ്ടോ? അങ്ങനെ ഒരു അങ്ങനെ ഒരു എഴുതപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തി ഒരു പ്രശ്നം വരുമ്പോൾ ഒരു മുൻകരുതൽ, അത് ആൻറ്റിസിപ്പേറ്ററി ആയിട്ട് ആരെങ്കിലും പിടിച്ചു വെച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ. അവിടുത്തെ അതെ, അവിടുത്തെ വലിയ വലിയ കേസ് എന്താണ്? നികേഷ് ഒന്ന് ലക്ഷദ്വീപ് അന്വേഷിച്ചു നോക്കുക. ഞങ്ങൾ അവിടുത്തെ ഏറ്റവും വലിയ കുറ്റം എന്താണെന്ന് അറിയോ? സൈക്കിൾ ലൈറ്റ് ഇല്ലാതെ സഞ്ചരിച്ചു, ത്രിപിളടിച്ച് സഞ്ചരിച്ചു, മുറുക്കി തുപ്പി, ഇതൊക്കെയാണ് അവിടുത്തെ. പിന്നെ സിഗരറ്റ് വലിച്ചു. ഇങ്ങനെയുള്ള കേസൊക്കെ ഉള്ളൂ. നിങ്ങൾ ചോദിച്ചു നോക്കുക അവിടെ. അപ്പൊ അങ്ങനെ കൊണ്ടുപോയവരാണ് നിങ്ങൾ, ആയുധങ്ങൾ കടത്തിയവരാണ്. അതല്ല നികേഷ്, ആയുധങ്ങൾ കടത്തിയ ഒരു കേസ് അദ്ദേഹം, ഞങ്ങൾ അഡ്മിനിസ്ട്രേറ്റർ അല്ലേ, സത്യമായി ഇപ്പോൾ ഇദ്ദേഹത്തിനെതിരെ ഞങ്ങൾ ലക്ഷദ്വീപ് എല്ലാവരും കൂടിയിട്ട് മാനനഷ്ടത്തിന് കേസിന് പോകണ്ടേ? അദ്ദേഹം ഞങ്ങളുടെ സ്റ്റേറ്റ് ഹെഡ് അല്ലേ. അദ്ദേഹത്തോട് ഒരു കേസ് ആയുധം കടത്തിയ ഏതെങ്കിലും ഒരു കേസ് പറ്റുമോ? ഒരു പ്രാവശ്യം ആയുധം പിടിച്ചിട്ടുണ്ട് നമ്മുടെ കൊച്ചിയിൽ നിന്ന്. അതെന്താണെന്നറിയോ? പെരുന്നാൾക്ക് കുട്ടികൾ ഉപയോഗിക്കുന്ന ഒരു തോക്ക് ചെറിയത്, അതിൻ്റെ പുറമേ ഉള്ള അപ്പിയറൻസ് കണ്ടപ്പോൾ ആയുധമാണെന്ന് വെച്ച് പിടിച്ചു. അങ്ങനത്തെ ഒരു സംഭവം എൻ്റെ അറിവിലുള്ളൂ. ഏതെങ്കിലും ഒരു കേസ്, അദ്ദേഹം തന്നെയാണല്ലോ സ്റ്റേറ്റ് ഹെഡ്, ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ ഏതെങ്കിലും ഒരു ലക്ഷദ്വീപുകാരൻ്റെ മേലിൽ ഒരു കേസ് ചാർത്തപ്പെട്ടിട്ടുണ്ടോ? പിന്നെ ഞങ്ങളുടെ കടൽ വിശാലമാണ്, ഒരുപാട് 127ഓളം രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന കടലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പല രാജ്യത്തു നിന്നും പല രാജ്യത്തിലേക്കും കപ്പൽ ഗതാഗതം നടത്തുന്നുണ്ട്. ഇന്റർനാഷണൽ സീവേ അല്ലേ അത്? അപ്പോൾ അതിലൂടെ ഏതോ ഒരു രാജ്യത്തിൽ നിന്നും ഏതോ ഒരു രാജ്യത്തിലേക്ക് പോകുന്ന ബോട്ടിൽ നിന്നും, അതും ഞങ്ങളുടെ ജൂറിസ്ഡിക്ഷൻ അപ്പുറത്ത് 12 നോട്ടിക്കൽ മൈലിന് അപ്പുറത്ത് പിടിച്ചപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് അദ്ദേഹം ഞങ്ങളുടെ മേലിൽ ചാർത്തി തന്നു. ഇവിടെ നികേഷ്, എനിക്കൊരു കാര്യം കൂടി ഇവിടെ ഈ ഗുണ്ട ആക്ട് ശരിക്ക് ഇത് ഇവർ പറയുന്നത് ഇനി വരാൻ പോകുന്ന ക്രൈംസ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വേറെ ഇൻ്റർവ്യൂ കണ്ടത്, നിങ്ങൾ അഗർ ആപ് ഘർ സെ ബാഹർ ജാത്തെ ഹോ തോ ദർവാസ ബന്ദ് കർക്കെ ഹി ജായേഗാ നാ എന്ന് പറഞ്ഞാൽ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ വീട് അടച്ചിട്ടല്ലേ പോവുള്ളൂ എന്നുള്ളത് സുരക്ഷിതത്വത്തിന് വേണ്ടി, ഇനി വരാൻ പോകുന്ന ക്രൈമിന് വേണ്ടിയിട്ടാണ് ഗുണ്ട ആക്ട് കൊണ്ടുവന്നത്. ഇതിൽ ശരിക്കും സത്യത്തിൽ ഇവിടെ ഏറ്റവും വലിയ ആരും ചർച്ച ചെയ്യപ്പെടാത്ത ഒരു പോയിന്റ് അതിലുണ്ട്. അതായത് അതിൽ മെയിനായിട്ട് മെൻഷൻ ചെയ്യുന്നത് എനിബഡി ഒബ്ജക്ട്സ് ദി പബ്ലിക് ഓർഡർ. എന്താണ് ഈ പബ്ലിക് ഓർഡർ? ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ലക്ഷദ്വീപ് ഭരണകൂടം അഡ്മിനിസ്ട്രേറ്റർ ഇറക്കുന്ന ഏതെങ്കിലും ഉത്തരവുകളെ ആരെങ്കിലും ബൈ വേ ഓഫ് എക്സ്പ്രസിങ് ഡിസ്കംഫർട്ട് അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും എതിർപ്പ് പ്രകടിപ്പിച്ചാൽ ഹി കൻ ബി ഡീറ്റെയിൻഡ് ബിഹൈൻഡ് ബാർ. 6 മാസത്തേക്ക് ഒരു എന്താ പറയുക, ഒരു വിചാരണയുമില്ലാതെ ഒരു ലീഗൽ സർവീസും ഇല്ലാതെ തടഞ്ഞു വെക്കാം. ഇതിൽ വളരെ വ്യക്തമല്ലേ എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? ഗുണ്ട ആക്ട് ആദ്യം പാസ്സാക്കാൻ ശ്രമിക്കുക, അതിൻ്റെ ക്രോണോളജിക്കൽ ഓർഡർ എടുത്താൽ തന്നെ ആദ്യം ഇവിടെ ഗുണ്ട ആക്ട് പാസ്സാക്കാൻ ശ്രമം നടത്തുന്നു. അതിനുശേഷം ബീഫ് ബാൻ കൊണ്ടുവരുന്നു. സ്വാഭാവികമായിട്ടും ജനങ്ങൾ അതിനനുസരിച്ച് പ്രതികരിക്കും. അതിനുശേഷം ലിക്കർ കൊണ്ടുവരുന്നു, പ്രതികരിക്കും. അതിനുശേഷം പഞ്ചായത്ത് റെഗുലേഷൻ, രണ്ട് കുട്ടികൾ കൂടുതലുള്ളവർക്ക് ഇവിടെ മത്സരിക്കാൻ പാടില്ല. ജനങ്ങളുടെ പ്രതികാരം വരാനും പ്രതിഷേധം വരാനും ചാൻസാണ്. അവസാനമായി കൊണ്ടുവരുന്നതാണ് ലക്ഷദ്വീപ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി റെഗുലേഷൻ. ഇതിനൊക്കെ തന്നെ ജനങ്ങളുടെ പ്രതിഷേധം വരുമെന്ന് വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായിക്കൊണ്ട് തന്നെ ഈ ഗുണ്ട ആക്ടിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു വിഷയമാണ് പബ്ലിക് ഓർഡറിനെ ആരെങ്കിലും പ്രൊട്ടസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ഇതിപ്പോൾ പറയുന്നത് 20 വർഷം കഴിഞ്ഞ് ടൂറിസം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് അവിടെ ഡ്രഗ് ട്രാഫിക്കിംഗ് വരാൻ, പെഡലേഴ്സ് വരാനുണ്ട്, മറ്റേ കാസിനോസ് വരാനുണ്ട്, അപ്പോൾ മറ്റേ തീവ്രവാദികൾ വരാൻ സാധ്യതയുണ്ട്. അന്നത്തേക്ക് വേണ്ടി ഇന്ന് അത് അടിച്ചേൽപ്പിക്കുന്ന ആരുടെ മുകളിലാണ്? ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത്, ഈ ഇന്റർവ്യൂ വായിക്കുമ്പോൾ വരികൾക്കിടയിൽ അഡ്മിനിസ്ട്രേറ്റർ പറയുന്നത്, ഇപ്പോൾ ഒരു BJP നേതാവ് ഈ ചർച്ചയിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പറയുന്നത് എന്താണ്? ഇത് വെറും നോട്ടിഫിക്കേഷനാണ്, ഇത് ഡ്രാഫ്റ്റാണ്, അതിനപ്പുറത്തേക്കൊന്നും ഇത് ഉദ്ദേശിക്കുന്നില്ല, അല്ലെങ്കിൽ അത് ജനങ്ങൾക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ എടുത്തു കളയുന്നുള്ളതാണ്. അഡ്മിനിസ്ട്രേറ്റർ വരികൾക്കിടയിൽ കൃത്യമായി പറയുന്നുണ്ട്, ഇതെല്ലാം ഞാൻ നടപ്പാക്കാൻ പോവുകയാണ്, ഇന്ന കാരണങ്ങളാൽ എന്ന്. അതിനിടയിൽ ചില പ്രതിഷേധമുണ്ട് എന്ന് പറയുന്നുണ്ട്, ചില പ്രൊട്ടസ്റ്റ് ഉണ്ട്, ചില ഒബ്ജെക്ഷൻസ്, ക്ഷമിക്കണം ആ വാക്ക് തെറ്റിപ്പോയി, ഒബ്ജെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ആ ഒബ്ജെക്ഷൻ എല്ലാം കേരളത്തിൽ നിന്നുണ്ടാക്കുന്നതാണോ എന്നും പറയുന്നു. അപ്പോൾ പിന്നെ ഇദ്ദേഹം
മനസ്സിലാക്കിയിരിക്കുന്നത് ഇതെല്ലാം നടപ്പാക്കാൻ കഴിയും. ഇതിനകത്തുള്ള ഒബ്ജക്ഷൻ ഈ പറയുന്ന മിസ്ക്രിയൻസ് കേരളത്തിൽ നിന്നുള്ള ആളുകൾ മാത്രമാണ്. സർ, ഈ ഗുണ്ട ആക്ടിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, പാസ്സാനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ അഡ്മിനിസ്ട്രേഷന്റെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്. അതായത് ഈ AK-47, ഈ ഇന്റർനാഷണൽ ടെററിസ്റ്റിനെ കുറിച്ച് അത് ഭയങ്കര മെലീഷ്യസ് ആണ്. ഞങ്ങൾ ലക്ഷദ്വീപുകാർക്ക് അത് ഭയങ്കര മെലീഷ്യസ് ആണ്. പിന്നെ അതിനകത്ത് ഒരു ലോജിക്കും ഇല്ല. ഈ ഇന്റർനാഷണൽ വാട്ടേഴ്സിൽ ടെററിസം നടക്കുന്നതും ലക്ഷദ്വീപിനകത്ത് ആ നേറ്റീവ്സിൽ പാസ അപ്ലിക്കബിൾ ആണോ, ഗുണ്ട ആക്ട് അപ്ലിക്കബിൾ ആണോ എന്ന് നോക്കിയിട്ടാണോ ഇന്റർനാഷണൽ വാട്ടേഴ്സിൽ ടെററിസം നടക്കുന്നത്? അത് തമ്മിൽ യാതൊരു ലോജിക്കും ഇല്ലാത്ത കാര്യം. പിന്നെ ഈ ഇന്റർനാഷണൽ വാട്ടേഴ്സിലെ ടെററിസം നോക്കാനും കൺട്രോൾ ചെയ്യാനും നേവിയും കോസ്റ്റ് ഗാർഡും ഒക്കെ അവിടെ ഉള്ളതാണ്. അവരുടെ ക്രെഡിബിലിറ്റിനെയാണോ ക്വസ്റ്റ്യൻ ചെയ്യാൻ? അതൊരു ബോർഡർ സ്റ്റേറ്റ് ആണ് അല്ലേ? ലക്ഷദ്വീപ് എന്ന് പറയുന്നത് ഒരു ബോർഡർ സ്റ്റേറ്റ് ആണ്. ആ ബോർഡർ സ്റ്റേറ്റിൽ വരുത്തേണ്ട ക്രമീകരണങ്ങൾ, സുരക്ഷിതത്വം, അതൊക്കെയാണ് ഈ ഞാൻ ചെയ്യാൻ പോകുന്നതെന്നാണ് അദ്ദേഹം. പക്ഷെ ഈ പറയുന്ന നാഷണൽ സെക്യൂരിറ്റിയും ലക്ഷദ്വീപിന്റെ നേറ്റീവ്സിന്റെ മേളിൽ ഒരു ഗുണ്ട ആക്ട് ചുമത്തുന്നതും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലാത്ത രണ്ട് കാര്യമാണ്. ഇന്റർനാഷണൽ വാട്ടേഴ്സിൽ ഒരു ബോട്ടിൽ ടെററിസ്റ്റ് വരുമ്പോൾ ലക്ഷദ്വീപ് നേറ്റീവ്സിന്റെ മേളിൽ ഗുണ്ട ആക്ട് ഉണ്ടോ എന്ന് നോക്കിയിട്ടാണോ വരുന്നത്? അവർക്ക് എന്താ ബാധകം? അവർക്കല്ലല്ലോ അത് ബാധകമാവുന്നത്. ഈ ഗുണ്ട ആക്ടിന്റെ ഈ ഇന്റർവ്യൂവിൽ പോലും ഗുണ്ട ആക്ടിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്മിനിസ്ട്രേറ്റർ തന്നെ യൂസ് ചെയ്യുന്ന എക്സ്പ്ലനേഷൻ ആണ് ദാറ്റ് അവിടുന്ന് ഇത്രയും നോട്ടിക്കൽ മൈൽസ് അവിടുന്ന് ബോട്ട് പിടിച്ചു. പക്ഷെ അവിടെ ലക്ഷദ്വീപുകാരല്ല, അത് ലക്ഷദ്വീപിലെ ബോട്ടും അല്ല. മിസ്ലീഡിംഗ് ആണ് ഈ ഇൻഫർമേഷൻസ് ഒക്കെ, മലൈനിങ് ആണ്. അതിനകത്ത് ഒരു ലക്ഷദ്വീപുകാരന് ഉൾപ്പെട്ടിട്ടുമില്ല. അങ്ങനെ ഒരു ആക്ഷേപം പോലും ആ കാലഘട്ടത്തിൽ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർക്കും BJPക്കും അവർ പ്രിജുഡിസ്റ്റിക് ആണ്. അവർ ഈ ഗുണ്ട ആക്ട് വരുന്നത് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്. എന്താണ് ബഹുമാനപ്പെട്ട MP പറഞ്ഞതുപോലെ, അവർക്കറിയാം അവർ ഉദ്ദേശിക്കുന്ന ഈ നിയമങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ലക്ഷദ്വീപിലെ ജനങ്ങളിൽ ആരും പ്രതികരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പ്രതികരിക്കുന്നവരെ എന്ത് ചെയ്യാനാണ്? അവരുടെ വായ അടപ്പിക്കാൻ വേണ്ടി ഒരു വിചാരണയുമില്ലാതെ 1 വർഷത്തോളം ജയിലിലേക്ക് അടച്ചിടാൻ വേണ്ടി അവർ പ്രീ പ്ലാൻഡ് ആണ് ഇതൊക്കെ. അവർക്കറിയാമല്ലോ, സ്വാഭാവികമായിട്ട് അവർക്കറിയാം പ്രതികരിക്കും. അത് തന്നെയാണ് ഐഷ സുൽത്താനയുടെ കേസിലും കണ്ടത്. ഐഷ സുൽത്താനയിലൂടെ ശബ്ദം പുറത്തേക്ക് വന്നപ്പോൾ ഐഷ സുൽത്താനയെ എന്ത് ചെയ്തു? ഒരു രാജ്യദ്രോഹ കുറ്റത്തിൽ ഉൾപ്പെടുത്തി. ഇനിയിപ്പോൾ നമ്മൾ ചർച്ചയിൽ തന്നെ പങ്കെടുത്ത പോലെ അവരുടെ മുകളിൽ ഏതെങ്കിലും ഒരു സംഘടനയുടെ ലാബിൽ ഒട്ടിക്കും. അവർക്ക് ഒട്ടിക്കാൻ പറ്റും. അവരുടെ ചരിത്രം എന്താണ്? RSSന്റെ സംഘപരിവാറിന്റെ ഭാരതത്തിലെ ചരിത്രം പഠിച്ചു നോക്കിയാൽ അവർ ആരെങ്കിലും ടാർഗറ്റ് ചെയ്യുന്നു എങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയുടെ ലാബൽ അവരുടെ നെറ്റിയിലേക്ക് ഒട്ടിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ഇന്ത്യൻ ജയിലിൽ ഇപ്പൊ കിടക്കുന്ന കുറെ ആളുകളുടെ ഇത് നോക്കിയാൽ മതി. അവർ സഫ്രണൈസേഷൻ ആണ്, കാവ്യവൽക്കരണമാണ് നിങ്ങളുടെ ലക്ഷ്യം എന്ന് ചിലർ പറയുന്നുണ്ട്. പക്ഷേ കാവ്യവൽക്കരണമാണെങ്കിൽ ഞങ്ങൾ സമ്പൂർണ്ണ വെജിറ്റേറിയൻ ആക്കിക്കൂടെ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഞങ്ങളെന്തിനാണ് മീൻ കൊടുക്കുന്നത് എന്നാണ്. ഇതൊക്കെ ഔദാര്യമാണ് നിങ്ങളുടെ ജനതയ്ക്ക്. കാവ്യവൽക്കരണം അത് തെറ്റാണ്. എന്താ പറയുക? കാവ്യവൽക്കരണമാണ്. അല്ലെങ്കിൽ ഇദ്ദേഹം ആക്രമിക്കുന്നത്, ഉദ്രോഹിക്കുന്നത് മുസ്ലിമീങ്ങളെയോ ന്യൂനപക്ഷത്തെയോ കാവ്യവൽക്കരണമല്ല. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം മുമ്പ് സേവിച്ച ദാദ്ര നാഗർ ഹവേലിയിൽ 7000 കുടുംബങ്ങളെ ഇദ്ദേഹം മാറ്റിയില്ലേ? അതിൽ എത്ര മുസ്ലിംസ് ഉണ്ടായിരുന്നു? എത്ര ന്യൂനപക്ഷം ഉണ്ടായിരുന്നു? BJPക്കാരുണ്ടായിരുന്നല്ലോ. അവിടെ മൃഗീയമായിട്ട് ഭൂരിപക്ഷം ഉള്ളത് ആ ഏരിയ, മൃഗീയ ഭൂരിപക്ഷം BJPക്കായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഇവിടെ പിന്നെ കോൺഗ്രസോ NCPയോ കമ്മ്യൂണിസ്റ്റോ മുസ്ലിമോ കാവ്യോ ഒന്നുമല്ല. അദ്ദേഹത്തിന്റെ വ്യക്തമായ ലക്ഷ്യം, അദ്ദേഹം ഈ രാഷ്ട്രീയ ഫീൽഡിലേക്ക് വരുന്നതിന് മുമ്പ് കോൺട്രാക്ടറായിരുന്നു. അദ്ദേഹം ഗുജറാത്തിൽ തന്നെ അറിയപ്പെട്ട ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറാണ്, ഒരു കമ്പനിയുടെ ബന്ധമുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ ഉദ്ദേശം പണസമ്പാദ്യം മാത്രമാണ്. അതിന്റെ ഏക തെളിവാണ് ദാദ്ര നാഗർ ഹവേലിയിൽ മുസ്ലിം അല്ലാത്ത, കോൺഗ്രസ് അല്ലാത്ത, BJPക്കാർ അധികം താമസിക്കുന്ന ഒരുപാട് പാവങ്ങളെ അവിടെ തുടർച്ചയായിട്ട് 7 തവണ ജയിച്ച MP ആത്മഹത്യ ചെയ്തു. പോകുന്നിടത്തൊക്കെ MPമാർ സൂയിസൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇല്ല, അതറിയാം. ഇപ്പൊ അയാൾ വിചാരിക്കുന്നുണ്ടാവും ലക്ഷദ്വീപ് എന്നുള്ള MP അങ്ങനെ തെറ്റിപ്പോയി. അങ്ങനെയുള്ള MP അല്ല ലക്ഷദ്വീപിലുള്ളത്, കൂടെ തന്നെ ഉണ്ടാവും. ഞാൻ പറഞ്ഞു പോകുന്നത് നികേഷേ, ഇതായത് ഈ BJPക്കാർ പറയുന്നത് ഇതൊക്കെ ഡ്രാഫ്റ്റ് സ്റ്റേജിലല്ലേ, ഒരു പ്രിപ്പറേറ്ററി സ്റ്റേജിലല്ലേ എന്നൊക്കെ ചോദിക്കും. ശരിക്കും ഇവിടെ എന്താണ് സംഭവം? അതായത് ഒരു ലെജിസ്ലേഷൻ വരുമ്പോൾ രണ്ട് കൺസെപ്റ്റിലാണ്. ഒന്ന് പ്ലിനറി ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞാൽ പാർലമെന്റ് ത്രൂ പോയി ഡിസ്കഷൻ ഡിബേറ്റ് കഴിഞ്ഞ് പാർലമെന്റ് വോട്ടിട്ട് ജയിച്ച് കഴിഞ്ഞ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അത് അക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ലോ ആണ്. പിന്നെയുള്ള സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ, ഒരു ലെജിസ്ലേഷൻ്റെ സബോർഡിനേറ്റീവായിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻ ഫ്രെയിം ചെയ്യുന്നത്. ഇവിടെ ഏത് മാനദണ്ഡത്തിലാണ് ഈ ഡ്രാഫ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്? ഇത് ഏതാണ്? പ്ലീനറി ലെജിസ്ലേഷൻ ആണോ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ ആണോ? അതവർക്ക് വ്യക്തമാക്കാൻ പറ്റുന്നില്ല. കാരണം ഇവിടെ ചെയ്തിരിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, കുറച്ച് സീരിയസ് ആയിട്ടുള്ള പ്രൊസീജിയറൽ എറർ സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നോക്കിക്കാണാതെ
വളരെ പെട്ടെന്ന് ആർക്കോ വേണ്ടി എന്തോ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബദ്ധപ്പാടോടുകൂടി ഉണ്ടാക്കിയ അതിൽ തന്നെ ഒരു സമയങ്ങൾ കൊടുക്കുന്നത് 2 ഡ്രാഫ്റ്റിന് 21 ഡേയ്സ്, 2 ഡ്രാഫ്റ്റിന് 30 ഡേയ്സ്. ഇതൊക്കെ ഈ മാതൃഭാഷയിലല്ല. അവിടെ ഈ 2 മലയാളം സംസാരിക്കാത്ത വേറൊരു ദ്വീപ് ഉണ്ട്, മിനിക്കോയ് ദ്വീപ്, ഫസീലയുടെ ദ്വീപ്, മഹൽ. അവിടെ മഹലേ ആർക്കറിയുള്ളൂ. അവിടെ ലക്ഷദ്വീപ് ടൈംസ്, ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ്റെ ആകെ ഒരു മുഖപത്രം ലക്ഷദ്വീപ് ടൈംസ് ആണ്. ആ ടൈംസിൽ പോലും ഒന്നും പബ്ലിഷ് ചെയ്തിട്ടില്ല. പക്ഷെ ഇതൊക്കെ എന്തിനായിരുന്നു, എന്താ ഇത്ര പെട്ടെന്നൊരു സംഭവം? ഈ 5 മാസത്തിനുള്ളിൽ 5-6 മേജർ ഡ്രാഫ്റ്റ് ലക്ഷദ്വീപിന്റെ പാരിസ്ഥിതികമായി ബാധിക്കാൻ പോകുന്ന ഏറ്റവും കോൺട്രോവേഴ്സിയലുള്ള ഡ്രാഫ്റ്റുകൾ ഇതുവരെ ഒരു അഡ്മിനിസ്ട്രേറ്റർ പരിസ്ഥിതി മന്ത്രാലയത്തിന് അനുമതി കിട്ടിയിട്ടുണ്ടെന്നാണ് അഡ്മിനിസ്ട്രേറ്റർ പറയുന്നത്. പരിസ്ഥിതി മന്ത്രാലയത്തിന് എന്ത് പെർമിഷനാണ് കിട്ടിയിരിക്കുന്നത് പറഞ്ഞത്? ഇവിടെ സുപ്രീം കോടതി നിയോഗിച്ച സുപ്രീം കോടതിയുടെ കമ്മിറ്റി, ആ കമ്മീഷനെ റാറ്റിഫൈ ചെയ്തിരിക്കുന്നത് പരിസ്ഥിതി മന്ത്രാലയമാണ്. ആ പരിസ്ഥിതി മന്ത്രാലയമാണ് ഇവിടെ ഇതിന്റെ ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഇറക്കിയിരിക്കുന്നത്. അതിന് ഘടകവിരുദ്ധമാണ് സംഭവം. പിന്നെ പരിസ്ഥിതി മന്ത്രാലയം എങ്ങനെ പെർമിഷൻ കൊടുക്കുക? ഇവിടെ ഉള്ള പരിസ്ഥിതി മന്ത്രാലയം അനുവദിച്ചു തന്ന 200ഓളം മറൈൻ വാച്ചേഴ്സിന് പോസ്റ്റ് അതിന്റെ അനുവാദം കൂടാതെ ആൾ പിരിച്ചുവിട്ടു. ഇവിടെ ഈ ഒരു സംഭവം ഏത് രീതിയിലാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്? അതാ പറഞ്ഞത്. ഈ ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കാനുള്ള ശ്രമം, നിയമം അദ്ദേഹത്തിന് അനുകൂലമായി അദ്ദേഹം ആഗ്രഹിക്കുന്ന ചില വികസനങ്ങൾ ലക്ഷദ്വീപ് ആഗ്രഹിക്കുന്നതല്ല. അങ്ങനെ ആരെങ്കിലും 2 കാര്യത്തിൽ ഇദ്ദേഹത്തെ ഒന്ന് മനസ്സിലാക്കേണ്ടി വിട്ടു. ഒന്നുകിൽ ഹീസ് എ ജീനിയസ്, അല്ലെങ്കിൽ ഹീസ് എ ഫൂൾ. രണ്ടാമത്താണ് ശരി. ഏത് വരണമെന്ന് അവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കി. അങ്ങനെ ഒരു വിലയിരുത്തൽ താങ്കൾ എത്തിയത് ഇല്ല. ഇവിടെ ലക്ഷദ്വീപുകാരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് 36 സ്ക്വയർ കിലോമീറ്റർ ആണ് ദ്വീപ്, ജനതാമസം ഉള്ളതും. ബിജെപിയുടെ ലക്ഷദ്വീപ് പ്രസിഡന്റ് ഒരു ദിവസം, അതാണ് നേരത്തെ ആയിഷ ഇവിടെ സൂചിപ്പിച്ചത്, ഒരു ദിവസം നമ്മളോട്, അതും അമിത്ഷായെ കണ്ട് മടങ്ങുന്ന ആ സമയത്താണ് അദ്ദേഹം ഞങ്ങളോട് സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് കട്ട് ആൻഡ് പേസ്റ്റ് ആണെന്നുള്ളതാണ്. അതായത് ദാമൻ ഡ്യൂവിൽ നിന്നുള്ളത് അതേപോലെ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള അബദ്ധങ്ങളാണത്രേ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എന്നാണ്. പക്ഷെ അതാ ഇന്ന് ഈ ഇന്റർവ്യൂവിൽ അദ്ദേഹം മുഴുവനായിട്ട് ഞാൻ അംഗീകരിക്കുകയാണ്. ഇവിടെ ഞാൻ പറഞ്ഞു വന്ന വെച്ച വിഷയം, അവിടെ ലാൻഡ് ബേസ്ഡ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ആൾമോസ്റ്റ് ഇപ്പോൾ ജനതാമസമുള്ള ദ്വീപുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഏകദേശം ഒരു 50% ഓഫ് ലാൻഡ് ഹാസ് ഓൾറെഡി ബീൻ ടേക്കൺ ബൈ ദ ഗവൺമെൻറ്. അവിടെ ഹോസ്പിറ്റൽ ഓൾറെഡി കൺസ്ട്രക്റ്റഡ് ആണ്, അവിടെ സ്കൂളുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു, അവിടെ അംഗൻവാടികളുണ്ട്, അവിടെ റോഡുകളുണ്ട്, ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ക്വാർട്ടേഴ്സുകളുണ്ട്, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ്, എല്ലാ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ്റെ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ തന്നെ അവിടുത്തെ ലാൻഡിൽ എടുത്തു കഴിഞ്ഞു. ഇനി എന്താണ് ഡെവലപ്പ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ഇത്രയും BJP-ക്കാർ പറയുന്നത് പോലെ ഇവിടെ ഡെവലപ്മെൻ്റ് ആണ് ഏറ്റവും വലിയ മുദ്രാവാക്യമെങ്കിൽ അവർ ചെയ്യേണ്ടിയിരുന്ന ഒരു ഏരിയ ഇന്ത്യക്ക്, അതായത് ഭാരതത്തിന് ലക്ഷദ്വീപിന്റെ കോൺട്രിബ്യൂഷൻ ആണ് 4.02 ലാഖ് സ്ക്വയർ കിലോമീറ്റർ എക്സ്ക്ലൂസീവ്. പറഞ്ഞു ആരിഫ് എന്താ പറയാ? ആരിഫ് പറഞ്ഞത് ഇന്നലെ ജർമ്മൻകാരന്റെ കാര്യം പറയാൻ. ഞാൻ പറഞ്ഞു വന്നത്, ഈ പറയപ്പെട്ട പ്രഫുൽ കോടാബ പട്ടേൽ ശരിക്കും ലക്ഷദ്വീപിന്റെ വികസനമാണ് ഉദ്ദേശിച്ചിരുന്നത് എങ്കിൽ അവിടെ ചെയ്യേണ്ടിയിരുന്നത് സമുദ്ര വികസനം, സമുദ്ര സമ്പത്ത് വികസനമായിരിക്കണം വേണ്ടി. ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുന്ന, അത്രയ്ക്കും മറൈൻ വെൽത്ത് ഉള്ള, അത്രയ്ക്കും ഇന്ത്യയുടെ GDP-ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന അത്രയ്ക്കും വിശാലമായ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ഉണ്ട് 4.02. അദ്ദേഹം പറയുന്നത് പ്രധാനമായിട്ടും എയർ സ്ട്രിപ്പ് വലുതാക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. എയർ സ്ട്രിപ്പ് വലുതാക്കുന്നുണ്ട്. പിന്നെ ഈ ട്യൂണ ഫിഷിനൊക്കെ തന്നെയും അത് സംസ്കരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ടോക്കിയോയിലേക്ക് ട്യൂണ ഫിഷിനെ കയറ്റി അയച്ചല്ലോ. അപ്പോ അഡ്മിനിസ്ട്രേറ്റർ പറയാണ് ഇതിന് ആധികാരികമായിട്ട് ആരാ പറയേണ്ടത്? ജാപ്പാനിലേക്ക് പോകേണ്ട ഫിഷ് പ്രോസസ്സിംഗ്, അത് ക്യാച്ച് ചെയ്തത് മുതൽ അത് അവിടെ എത്തുന്നത് വരെ, ഫ്രോസണിലേക്ക് കൊണ്ടുപോകുന്ന വരെയുള്ള പ്രോസസ് ഉണ്ട്. ഇന്ന് MPDA, മറൈൻ പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് ഏജൻസി, അവർ ഇതിന് ക്ലാരിഫൈ ചെയ്തോ? ഇത്രയും പ്രോഡക്റ്റ്, അതായത് ലക്ഷദ്വീപ് ഇവർ പറയുന്ന ഈ ട്യൂണ ഫിഷ് വാരിയിങ് ഫ്രം 1 kilogram to 3 kilograms. ജാപ്പാനിലേക്ക് ഷഷിമി ഗ്രേഡ്, അതായത് റോ ഈറ്റ് എന്ന ഫിഷാണ് ഈ ഷഷിമി ഗ്രേഡ് എന്ന് പറയുന്നത്. ആ ഷഷിമി ഗ്രേഡിനെ ക്യാച്ച് ചെയ്യണമെങ്കിൽ അതിൻ്റെ കാച്ചിങ് പ്രോസസ്സ് തന്നെ, ആ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഇത്തരം കാര്യങ്ങളുണ്ട്. അത് പ്രോസസ്സ് ചെയ്ത് അതിൻ്റെ രീതിയിൽ തന്നെ കൊണ്ടുപോയി ഫ്രീസ് ചെയ്തുകൊണ്ട് അത് ആ ലെവൽ കൊണ്ട് എത്തിച്ചു കഴിഞ്ഞാലാണ്. Only a couple of days ago 1 ton of fish was exported to Japan from Agathi via Bengaluru. The fishermen fetched 3 times the price. അതാണ് പറഞ്ഞത്. ഇത് ഔദ്യോഗികമായിട്ട് ഇപ്പോൾ നമുക്ക് ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കണ്ട. മറൈൻ പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് ഏജൻസി, ഇതാണല്ലോ ഇന്ത്യയുടെ എക്സ്പോർട്ടിംഗ് ഏജൻസി.
ഇന്ന് പനമ്പള്ളി നഗറിൽ സ്ഥാപിതമായ സ്ഥാപനമാണത്. എംപിഡ. ആ എംപിഡയാണ് എല്ലാ എക്സ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ. ഒരു ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് പോകുന്ന ഫിഷിന്റെ ക്വാളിറ്റി, അതിൻ്റെ പ്രോസസ്സിംഗ് ടെക്നോളജി, അതൊക്കെ സർട്ടിഫൈ ചെയ്യേണ്ടതും അതിന് ആധികാരികമായി സംസാരിക്കേണ്ടതും, അങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ അതിൻ്റെ വെബ്സൈറ്റിൽ, എംപിഡയുടെ വെബ്സൈറ്റിൽ വരേണ്ടതായിരുന്നു. ലക്ഷദ്വീപിന് ആദ്യമായിട്ടല്ല ഈ മീനുകൾ പുറത്തു പോകുന്നത്. അന്ന് ആ പോകുന്ന രീതി തന്നെ ഇപ്പോഴും പോയിട്ടുള്ളൂ. അല്ലെങ്കിൽ ജാപ്പാനീസ് ക്വാളിറ്റിയിലേക്ക് അഡ്മിനിസ്ട്രേറ്റർ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിനെ സംസ്കരിച്ചെടുക്കാനുള്ള അടിസ്ഥാന സൗകര്യം ഉണ്ടാവുക. നമുക്ക് മറ്റ് ഇടനിലക്കാരില്ലാതെ നേരിട്ട് ട്യൂണ ഫിഷിനെ ആ രീതിയിലുള്ള ഡെവലപ്മെന്റ് ആയിരുന്നു എങ്കിൽ ഒരു പക്ഷേ ലക്ഷദ്വീപുകാർ മുഴുവനുമായിട്ട് സപ്പോർട്ട് ചെയ്യും അദ്ദേഹത്തെ, യാതൊരു സംശയവുമില്ല. ആ ഒരു രീതിയിലുള്ള മത്സ്യസമ്പത്തിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് അവിടെ എംപ്ലോയ്മെന്റ് ജനറേഷനും അവിടുത്തെ ജനങ്ങൾക്ക് അതിലൂടെ ജീവിതമാർഗം ഉണ്ടാക്കാൻ പറ്റുന്ന സംവിധാനങ്ങളുമായിരുന്നു അദ്ദേഹം ഒരു ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷനിലൂടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഹോൾ ഹാർട്ടഡ്ലി അക്രോസ് ദ പാർട്ടി, ഒരു പാർട്ടി വ്യത്യാസമില്ലാതെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. അത് തന്നെയാണ് മുന്നത്തെ 2 അഡ്മിനിസ്ട്രേറ്റർമാർക്കും എൻ്റെ അടുത്തിരിക്കുന്ന അൽത്താഫിന് അറിയാം. ഞങ്ങൾ പരിപൂർണമായിട്ടും സപ്പോർട്ട് കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ കൊണ്ടുപോയി. അപ്പോൾ ഏത് മേഖലയിലാണ് ശ്രദ്ധ പഠിപ്പിക്കുന്നത്? വളരെ ചെറിയ ഭൂപ്രദേശത്തേക്ക് കൂടുതൽ കോൺക്രീറ്റ് കൊണ്ടുകൊണ്ട് നിറച്ചുകൊണ്ട് അവിടുത്തെ പാരിസ്ഥിതികമായിട്ട് ലക്ഷദ്വീപിന് നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഡെവലപ്മെന്റിനെയാണോ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടത്? അതോ ഇന്ത്യയുടെ GDPക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന മറൈൻ വെൽത്തിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് അവിടെ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി ഇന്ത്യക്ക് തന്നെ അഭിമാനമായി മാറാൻ പറ്റുന്ന ഒരു സമ്പത്ത് അവിടെ ഉണ്ടായിട്ടും അതിനെക്കുറിച്ചൊന്നും തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറാവാതെ ഇവിടെ നിന്ന് ഒരു കിലോ ചൂര എടുത്ത് ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് കയറ്റി ഒന്ന് വെറുതെ വീമ്പിളക്കുന്ന ഒരു തെറ്റായ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്കുള്ള ഒരു സംഭവമാണ് വേണ്ടത്. ആയിഷ ഉണ്ടല്ലോ ഫോണിലല്ലേ? ആയിഷ കേൾക്കാമോ? ഈ ആയിഷ സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമില്ലേ, ഈ ഇത്തരത്തിലുള്ള വികസനങ്ങൾ വേണമെങ്കിൽ ആൾപ്പാർപ്പില്ലാത്ത ദ്വീപിൽ കൊണ്ടുപോയി വെച്ചോളൂ, എന്തിനാണ് ഞങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടത്ത് കൊണ്ടുവരുന്നത് എന്ന ചോദ്യം ആവർത്തിച്ച് ഉന്നയിക്കാറുണ്ടല്ലോ. ഇതിന് അഡ്മിനിസ്ട്രേറ്റർ നൽകുന്ന മറുപടി, ഈ 10 ദ്വീപുകളിലാണിപ്പോൾ ആൾപ്പാർപ്പുള്ളത്, 26 എണ്ണം ബാക്കി കിടക്കുന്നു. അതിൽ 6 എണ്ണം ഓൾമോസ്റ്റ് സബ്മേർജ്ഡ് എന്നാണ് പറയുന്നത്. ആണോ? 6 എണ്ണം ഓൾമോസ്റ്റ് സബ്മേർജ്ഡ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബാക്കി 20 ദ്വീപുകളുണ്ട്. പക്ഷേ അവിടെ വികസനം കൊണ്ടുവന്നാൽ വി വുഡ് നോട്ട് നോ ദ മൂവ്മെന്റ്സ് ദർ എന്നാണ്. അവിടെ എന്ത് തല്ലിപ്പൊളിത്തരമാണ് നടക്കുന്നത് എന്ന് അറിയാൻ കഴിയില്ല. അതുകൊണ്ട് ആൾപ്പാർപ്പില്ലാത്ത ദ്വീപുകളിൽ വികസനം എത്തിക്കാൻ കഴിയില്ല. എനിക്ക് തോന്നുന്നു ആയിഷ തുടക്കം മുതൽ ഉന്നയിക്കുന്ന ഒരു വിഷയമായതുകൊണ്ടാണ് ആയിഷയെ ആ ഉത്തരം ഞാൻ അറിയിക്കുന്നത്. ആളതങ്ങനെ പറയുന്നുണ്ട്, എനിക്കതിനെ പറ്റി വ്യക്തമായിട്ട് അറിയില്ല. പക്ഷേ ആൾതാമസം ഇല്ലാത്ത ഐലൻഡിൽ വികസനം വരാതിരിക്കുക, കൊണ്ടുവരുന്നത് തന്നെയാണ് ഞാനിപ്പോഴും പറയുന്നത്. ആൾതാമസം ഇല്ലാത്ത ഒരുപാട് നല്ല നല്ല ഐലൻഡ്സ് ഉണ്ട്, അവിടെ വികസനം കൊണ്ടുവരിക. ആൾതാമസമുള്ള ഞങ്ങളുടെ ഐലൻഡിലേക്കും വികസനം വേണം. ഇപ്പൊ നമ്മളെ ബഹുമാനപ്പെട്ട MP പറഞ്ഞതുപോലുള്ള വികസനങ്ങൾ ഞങ്ങളുടെ ദ്വീപിലേക്കും വേണം. ഈ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് കൂട്ടണം. പിന്നെ അതേപോലെ പോളിടെക്നിക് വരുന്നു, ആശുപത്രി വരുന്നു, പാരാമെഡിക്കൽ കോളേജ് വരുന്നു. അല്ലേ? നിങ്ങൾക്ക് പുച്ഛാണോ? നിങ്ങളുടെ നാട്ടിൽ വികസനം MP എന്നുള്ളത് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024 വരും. വേറെ MP അവിടെ ഇരിക്കുന്നു, അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഇത്രയും വരുന്നു എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ വരുന്നു. ഓക്കെ, വരട്ടെ. വരുന്നതിന് അനുസരിച്ച് ആളുകൾക്ക് ശരിക്കും പറഞ്ഞാൽ എന്താ വേണ്ടത്? അവിടത്തെ സാഹചര്യം അനുസരിച്ച് അവരുടെ ജോലി കളഞ്ഞിട്ടുള്ള സ്ഥിതിയിലേക്കല്ല പോകേണ്ടത്. അവിടേക്ക് വരുമാനം, ആ ആളുകൾക്ക് ജോലി സ്ഥിരത ഉണ്ടാവണം, ജോലി സാധ്യത ഉണ്ടാവണം. എന്താ ഫസീല പറയാനുള്ളത്? ഞങ്ങൾക്ക് ഡെവലപ്മെന്റ് വേണം, പക്ഷെ ആൾക്കാരുടെ നല്ലതിന് വേണ്ടിയിട്ടുള്ള ഡെവലപ്മെന്റ്. ഇപ്പൊ ഇവിടെ ഒരു പാൻഡമിക് സിറ്റുവേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 70,000 താഴെയുള്ള ഒരു പോപ്പുലേഷനെ പോലും ഇവർക്ക് പൂർണ്ണമായിട്ട് വാക്സിനേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്റെ നാടായ മിനിക്കോയിൽ ഒരു RT-PCR ടെസ്റ്റിന് 7 days എടുക്കുന്നത്. അതൊക്കെ ഇങ്ങനെ ഈ ഒരു പാൻഡമിക് സമയത്ത് ഇങ്ങനത്തെ ഹെൽത്ത് കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാണ്ട് ഇങ്ങനത്തെ ഡ്രാഫ്റ്റ്സ് ആൾക്കാരുടെ മേലിൽ അടിച്ചേൽപ്പിക്കുക, ഇങ്ങനത്തെ ഡെവലപ്മെന്റ്സിനെ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇവര് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നാഷണൽ സെക്യൂരിറ്റി. ഈ ലക്ഷദ്വീപ് ഐലൻഡ്സ് എന്ന് പറയുന്നത് ഭയങ്കര എക്കോളജിക്കലി ഫ്രജൈൽ ആയിട്ടുള്ള ഒരു ഐലൻഡാണ്. ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഇമ്പാക്ട് അതിൽ എത്രത്തോളം ആണെന്ന് നമുക്കറിയാം.
അഡ്മിനിസ്ട്രേറ്റർ തന്നെ പറയുന്ന ആ സബ്മേർജ്ഡ് ഐലൻഡ്സ് അതിന്റെ ഒരു എക്സാമ്പിൾ തന്നെയാണ്. അപ്പോൾ ഈ നാഷണൽ സെക്യൂരിറ്റിയിലും ഈ ലക്ഷദ്വീപ് ഐലൻഡ്സിന്റെ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളെ എക്കോളജിക്കലി പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടുള്ള ഡെവലപ്മെന്റ്സ് വേണം അവിടെ വരാൻ, അല്ലാണ്ട് അത് മാറ്റി വെച്ചിട്ടുള്ള ഡെവലപ്മെന്റ്സ് അല്ല അവിടെ വരേണ്ടത്. പിന്നെ ഈ ട്യൂണ എക്സ്പോർട്സിനെ കുറിച്ച് സംസാരിക്കുന്നു. ട്യൂണ എക്സ്പോർട്സിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, പക്ഷെ ഈ LDARൽ സംസാരിക്കുന്ന മൈനിങ്, ക്വയറിയിങ് അതുപോലത്തെ ഡെവലപ്മെന്റ്സ് അവിടെ വരുവാണെങ്കിൽ ആ ലഗൂൺസിലുള്ള ട്യൂണക്ക് ആവശ്യമുള്ള ബെയ്റ്റ് ഫിഷസിനെയാണ് എഫക്ട് ചെയ്യുക. അത് ട്യൂണ ഫിഷിങ്ങിന്റെ ബാക്ക് ബോണിനെ തന്നെ എഫക്ട് ചെയ്യും. ട്യൂണ ഫിഷിംഗ് ഇൻഡസ്ട്രി തന്നെ നാട്ടിൽ ഇല്ലാണ്ടാക്കിയിട്ട് എന്താ നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യാൻ പോകുന്നത്? ഇത് നാട്ടില് ബേസിക് ബാക്ക്ഗ്രൗണ്ട്സ്, അവിടുത്തെ നെസസിറ്റീസ് മനസ്സിലാക്കാണ്ടുള്ള ഡെവലപ്മെന്റ്സ് ആണ് ഈ അഡ്മിനിസ്ട്രേഷൻ പ്രപ്പോസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. ഞങ്ങൾ ഡെവലപ്മെന്റിന് അഗേൻസ്റ്റ് അല്ല ഒരിക്കലും. ഈ അഡ്മിനിസ്ട്രേറ്റർ 3 മാസത്തിൽ ഒരിക്കൽ വന്നാൽ അവിടെ ഈ സലീം അഡ്മിനിസ്ട്രേറ്റർ ഇങ്ങനെ 3 മാസത്തിൽ ഒരിക്കൽ ഒരാഴ്ചത്തേക്ക് വന്ന് താമസിക്കുമ്പോൾ അവിടെ വികസനം സാധ്യം. ലക്ഷദ്വീപിനായിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റർ, അത് എനിക്ക് തോന്നുന്നത് ഈ 93 ബ്യൂറോക്രാറ്റുകൾ ഒരു കത്തയച്ചല്ലോ പ്രധാനമന്ത്രിക്ക്. അവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്ന് ഇതായിരുന്നു അല്ലേ, റെഗുലർ അഡ്മിനിസ്ട്രേറ്റർ. ശ്രീ സലീം, അപ്പൊ നിങ്ങൾക്കത് കേന്ദ്രത്തോട് ആവശ്യപ്പെടും. ഇനി പ്രഫുൽ പട്ടേൽ ആണ് എങ്കിൽ തന്നെയും പ്രഫുൽ പട്ടേൽ അവിടെ ഉണ്ടാകണ്ടേ? 10,70,000 ആളുകളുള്ള ഒരു പ്രദേശത്തെയല്ലേ അദ്ദേഹം ഒറ്റയ്ക്ക് ഭരിക്കുന്നത്? അതെ, ഈ പ്രഫുൽ പട്ടേൽ അഡ്മിനിസ്ട്രേറ്റർ ഇവിടെ വന്നത് മുതൽ തന്നെ നമുക്ക് ഭയം തുടങ്ങി. അദ്ദേഹം ദമനിലും ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ചെയ്ത ആ ഒരു പദ്ധതികൾ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ ഒരുപാട് പുരോഗമനങ്ങൾ കൊണ്ടുവരാൻ ഞാൻ തന്നെ നാഷണൽ കൊയർ ബോർഡ് മെമ്പറാണ്. ഞാൻ കൊയറിന്റെ സ്ഥലമാണ് ലക്ഷദ്വീപ്. അതിനെ തന്നെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുത്താൽ തന്നെ ഇവിടെ ഒരുപാട് ജോലി സാധ്യതകൾ വരും. അപ്പോ ലക്ഷദ്വീപിന്റെ ആവാസ വ്യവസ്ഥയെ തകർത്തുകൊണ്ടുള്ള വികസനം, അതിന് ലക്ഷദ്വീപ് ജനത ഒരിക്കലും കൂട്ടുനിൽക്കില്ല. അതിന് BJP ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, NCP ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, ലക്ഷദ്വീപ് ജനത ലക്ഷദ്വീപിന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് ഇതിനകത്താണ് ഒരു അഡ്മിനിസ്ട്രേറ്റർ വികസനം കൊണ്ടുവരുന്നെങ്കിൽ പല്ലും നഖവും ഉപയോഗിച്ച് തന്നെ അത് എതിർക്കും. അതിന് യാതൊരു സംശയമില്ല. ലക്ഷദ്വീപിനെ സ്നേഹിക്കുന്ന കുറെ BJP-ക്കാരുണ്ട് ഇവിടെ. ലക്ഷദ്വീപിനെ സ്നേഹിക്കുന്ന കുറെ BJP-ക്കാരുണ്ട് ഇവിടെ. അവരാണ് BJP-ന്ന് വിട്ടുനിന്നത്. നിങ്ങൾക്ക് BJP വിട്ടോ അതോ ഇപ്പോഴും BJP-യിൽ തുടരുന്നുണ്ടോ? ഞാൻ BJP അമിനി ജില്ലാ പ്രസിഡന്റാണ്. ഇന്ന് ഞാൻ അമിനി BJP ജില്ലാ പ്രസിഡന്റാണ്. ഞാൻ എന്റെ പാർട്ടിയുടെ കൂടെ ഒരുപാട് സംസാരിച്ച് കഴിഞ്ഞിട്ടാണ് എനിക്ക് പറ്റാണ്ട് വന്നപ്പോഴാണ് ഞാൻ മീഡിയ എന്ന പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങിയത്. പറയണം, ജനം അറിയണം. പ്രഭാരിയോട് സംസാരിക്കാറില്ലേ? പ്രഭാരിയാണെന്ന് തോന്നുന്നു. പ്രഭാരി കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു വീഡിയോ എടുത്ത് ആർക്കോ അയച്ചു കൊടുത്ത വീഡിയോ ആണ്. ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്നുണ്ട് ഈ ആയിഷയൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ പാകിസ്ഥാൻകാർ അത് കണ്ട് ചിരിക്കുകയാണെന്ന്. പാകിസ്ഥാന് വേണ്ടിയിട്ടാണോ ആയിഷയൊക്കെ പ്രവർത്തിക്കുന്നത്? ഇതൊക്കെ എന്താ പറയാ? പിന്നെ ഇതെന്താ പറയാന്ന് ഇവിടെയല്ല ചോദിക്കട്ടെ, നിങ്ങൾ പ്രഭാരിയെ വിളിച്ച് ചോദിക്കണ്ടേ? ഞാൻ ഈ മീഡിയയിലേക്ക് വന്നത് തന്നെ വേറൊരു കാര്യമുണ്ട്. കാരണം കേരളത്തിലെ BJP-ക്കാർ ഇന്ന് വരെ ലക്ഷദ്വീപിന് എതിരായിട്ടും ലക്ഷദ്വീപിന്റെ നിഷ്കളങ്കതയെ കളങ്കപ്പെടുത്തുന്ന രീതിയിലുമാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അവർക്ക് മറുപടി കൊടുക്കാൻ ഇവിടത്തെ എംപിക്കോ ആയിരിക്കുന്ന അൽത്താഫിനോ വോയിസില്ല. അവർക്ക് മറുപടി കൊടുക്കേണ്ടത് BJP-ആണ്. ലക്ഷദ്വീപിലെ BJP-ആണ് അവർക്ക് മറുപടി കൊടുക്കേണ്ടത്. കാരണം അവർക്ക് യോഗ്യത ലക്ഷദ്വീപിനെ കുറിച്ച് സംസാരിക്കാൻ ലക്ഷദ്വീപിൽ BJP ഉണ്ട്. അവർ സംസാരിക്കും. പക്ഷെ ഇവിടുത്തെ BJP-ആണ് അതിനെ. കേരളത്തിലെ BJP 2 തലത്തിൽ നമുക്ക് ഇതിനെ കാണാം. ഒന്ന് പ്രഭാരി ഷേമാരിഫ് കേക്കൂ. പ്രഭാരി പറയുന്നു ഇത്
പ്രതിഷേധം കേരളത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത്, കേരളമാണ് ഈ പ്രതിഷേധം റൺ ചെയ്യുന്നത് എന്നാണ് പ്രഭാരി പറയുന്നത്. ആ പ്രഭാരിയാണ് ഇന്ന് ദാമനിൽ നിന്ന് നേരെ ഗോവ വഴി കവരത്തിയിലേക്ക് എത്തിപ്പോയിട്ടുള്ളത്. കൊച്ചി വഴി വരേണ്ട ആൾ നേരെ അതുവഴി റൂട്ട് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ കേരളം എന്ന് പറയുന്ന ഒരു പ്രഭവ സ്ഥലത്തെ ഒഴിവാക്കുക എന്നുള്ളതാണ് അതിലൂടെ അദ്ദേഹം ലക്ഷ്യമാക്കുന്നത്. ഇനി BJPയുടെ കാര്യത്തിലാണെങ്കിൽ ഈ അഡ്മിനിസ്ട്രേറ്റർക്ക് ഡിഫൻസ് വരുന്നത് ലക്ഷദ്വീപിൽ നിന്നുള്ള BJPക്കാരല്ല. ഇപ്പോൾ സലീം പറയുന്നത് കേട്ടില്ലേ, ഞങ്ങൾ ഭയത്തോടു കൂടി കഴിയുകയാണ്, വിറച്ച് കഴിയുകയാണെന്നാണ്. ഇവിടെയുള്ള BJPക്കാരാണ് യഥാർത്ഥത്തിൽ ഇവിടെ വലിയ നിലയിലുള്ള പ്രതിരോധം അഡ്മിനിസ്ട്രേറ്റർക്ക് അനുകൂലമായത്. കേരളമാണ് ഇതിൻ്റെ ഒരു ഫൈറ്റിംഗ് ലാൻഡായി മാറിയിരിക്കുന്നത്. ഷിയ ആരിഫ്, അല്ല, കേരളം ആ കടമയാണ് നിർവഹിക്കുന്നത്, ആ ദൗത്യമാണ് നിങ്ങൾക്കറിയാം. വർഗീയ ശക്തികളും അതുപോലെ കോർപ്പറേറ്റ് വൽക്കരണ നടപടികളെയും എതിർക്കുന്ന കാര്യത്തിൽ രാജ്യത്തിന്റെ തന്നെ പൊതുവായ ഏതൊരു ഇഷ്യൂ എടുത്താലും കോർപ്പറേറ്റ് വൽക്കരണത്തെയും കാവ്യവൽക്കരണത്തെയും എതിർക്കുന്നതിൽ ഇന്ത്യയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് കേരളമാണ്. ആ ദൗത്യം തന്നെയാണ് കേരളത്തോട് ഏറ്റവും അടുത്ത് അവർ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിട്ടുള്ള എല്ലാ നിലയിലും സംസ്കാരത്തിലും എല്ലാ നിലകളിലും. നിങ്ങൾ കേരളത്തിന് ഒരു മുസ്ലിം രാഷ്ട്രീയമുണ്ട് ഷിയ ആരിഫ്, അതാണ് എല്ലാ കാലഘട്ടത്തിലും BJP ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്. നേരത്തെ ഞാൻ ഇവിടെ ചോദിച്ച ചോദ്യമാണത്. പണ്ട് NRC വന്നപ്പോഴും സിറ്റിസൺസ് അമെൻമെന്റ് ആക്ട് വന്നപ്പോഴും ഈ മലയാളികൾ, കേരളത്തിൽ നിന്ന് പോകുന്ന മലയാളികളാണ് സമരത്തിന്റെ മുമ്പിൽ. കേരളത്തിൽ നിന്ന് പോകുന്ന ഫണ്ട് കൊണ്ടാണ് ആ സമരം നടന്നിട്ടുള്ളത്. 10-29 സംസ്ഥാനമില്ലേ, കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്വഭാവം ഷിയ ആരിഫ്? അല്ല, കേരളത്തിന് ഒരു പൊളിറ്റിക്കൽ കൾച്ചർ ഉണ്ട്, ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഉണ്ട്, ഒരു കേരളത്തിന്റെ രാഷ്ട്രീയമായ മണ്ണാണ്. ഇത്രയധികം രാഷ്ട്രീയമായ സെൻസിറ്റിവിറ്റി ഉള്ള ഒരു മണ്ണ് വേറെ ഇല്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി കേരളത്തിൽ നിന്ന് പോകുന്ന ആളുകൾ ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും അതിൻ്റെതായ ഇടപെടലുകൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും, സ്വാഭാവികമാണ്. ഇവിടുന്ന് പഠിക്കാൻ പോയിട്ടുള്ള ഡൽഹിയിലും മുംബൈയിലും ഒക്കെ പഠിക്കാൻ പോലുള്ള യൂണിവേഴ്സിറ്റിയിൽ ചേർന്നിട്ടുള്ള വിദ്യാർത്ഥികൾ സ്വാഭാവികമായി ഇവിടെ കാണുന്ന അതൊരു സമര പാരമ്പര്യമെന്നോ അല്ലെ ലെഗസി എന്നോ നിങ്ങൾ അതിനെ പേരിട്ട് വിളിച്ചോളൂ. പക്ഷെ അതല്ല കേന്ദ്ര സർക്കാർ പറയുന്നത്, BJP പറയുന്നത് നിങ്ങൾ മത തീവ്രവാദത്തിന്, നിങ്ങൾ ഇന്ത്യ എന്ന രാജ്യത്തെ അപകടപ്പെടുത്തുന്ന രാജ്യദ്രോഹമാണ് ചെയ്യുന്നത്. ഏത് മത തീവ്രവാദത്തെയാണ് കേരളത്തിൽ നിന്ന് പോയവർ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത്? എല്ലാ മത തീവ്രവാദ ശക്തികളെയും അതിശക്തമായി എതിർക്കുന്ന ഒരു പാരമ്പര്യമാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിന്റെ മണ്ണിൽ ഇവിടെ NDFO അല്ലെങ്കിൽ SDPIO അങ്ങനെ മുസ്ലിം തീവ്രവാദം വളർത്താൻ ശ്രമിക്കുന്നവരും അതുപോലെ RSS ഉൾപ്പെടെയുള്ള ഹൈന്ദവ തീവ്രവാദം വളർത്താൻ ശ്രമിക്കുന്നവരെയും എതിർക്കാൻ കേരളത്തിന് കഴിയുന്നത്. കേരളത്തിന്റെ തീവ്രവാദവും വർഗീയവാദവും വളരുന്ന മണ്ണല്ല. അങ്ങനെ വളക്കൂറുള്ള മതേതരത്വത്തിനും വളക്കൂറുള്ള ഒരു മണ്ണാക്കി രൂപപ്പെടുത്തിയെടുക്കുന്നതിലാണ് കേരളത്തിലെ പൊളിറ്റിക്സ്. അതാണ് ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നത്. നിങ്ങൾ ആദ്യം അബ്ദുൽ നാസർ മദനിക്ക് വേണ്ടി പ്രമേയം പാസാക്കിയവരാണ്. നിങ്ങളിപ്പോ ലക്ഷദ്വീപിന് വേണ്ടിയും പ്രമേയം പാസാക്കുന്നു. ഇപ്പോ ആയിഷ സുൽത്താനക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയപ്പോ നിങ്ങൾ ആയിഷ സുൽത്താനക്ക് നിയമസഹായം നൽകുമെന്ന് പറയുന്നു. എല്ലാ പ്രശ്നങ്ങളും തുടങ്ങുന്നത് നിങ്ങളിൽ നിന്നാണ്, കേരളത്തിൽ നിന്നാണ്. കേരളത്തിന്റെ കടമയാണ് നിർവഹിക്കുന്നത്. കേരളത്തിന്റെ മണ്ണിനോട് ചേർന്ന് കിടക്കുന്ന ഒരു മണ്ണിനെ വർഗീയവൽക്കരിക്കാനും കോർപ്പറേറ്റ് വൽക്കരിക്കാനും ശ്രമിക്കുമ്പോൾ അതിനെ ചെറുക്കുന്നവരെയെല്ലാം തീവ്രവാദികളായും വർഗീയവാദികളായും ദേശദ്രോഹികളായും ചിത്രീകരിച്ചാൽ കേരളം കൈ കെട്ടി നോക്കിയിരിക്കണം. കേരളത്തിന്റെ സഹോദരങ്ങളെയാണ്, കേരളത്തിന്റെ മക്കളെയാണ് കേരളം സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്. ആ കടമയാണ് നിർവഹിക്കുന്നത്. അത് ആയിഷ സുൽത്താനെ ആയാലും നേരത്തെ നിങ്ങൾ ഇതിനു മുമ്പും അവിടെ 124A എടുത്തിട്ടുണ്ട്. CEAയുടെ ബോർഡ് വെച്ചതിന്റെ പേരിൽ അവിടുത്തെ ലക്ഷദ്വീപിലുള്ള LC മെമ്പറായ സഖാവ് റഹീമിന്റെ പേരിൽ അടക്കം കേസ് എടുത്തിട്ടുണ്ട്. കേസ് പെൻഡിംഗ് ആണ് ഇപ്പോൾ കോടതിയിൽ. ഇതിനു മുമ്പും എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ഇവരുടെ നയങ്ങളെ ആരെതിർത്തോ, ഇത് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ BJPയുടെ ഒരു വക്താവ് ഇവിടെ പറഞ്ഞതുപോലെയൊന്നുമല്ല. ഇത് കോർപ്പറേറ്റ് വൽക്കരണമാണ്, ഇത് കാവ്യവൽക്കരണമാണ്. അവർ കോർപ്പറേറ്റ് വൽക്കരണത്തെ ആര് എതിർക്കുന്നുവോ അതിനെ ആ എതിർപ്പിന്റെ ശബ്ദം അത് ദുർബലമാക്കാൻ ഉടനെ കാവ്യവൽക്കരണം കൂടെ കൊണ്ടുവരും. ആ കാവ്യവൽക്കരണത്തെ പൊതിഞ്ഞ് കോർപ്പറേറ്റ് വൽക്കരണം നടത്തുകയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കണം. അതുകൊണ്ട് BJPയുടെ സുഹൃത്തുക്കൾ RSSനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടാണോ, വിചാരധാര വായിച്ചിട്ടാണോ, RSS ലക്ഷ്യം എന്താണ് എന്നൊക്കെ തിരിച്ചറിഞ്ഞിട്ടാണോ ഇവിടെ BJPയും കൊണ്ട് ഇവർ നടക്കുന്നത് എനിക്കറിയാൻ പറ്റും. എന്റെ ഇപ്പൊ അതിന്റെ ഒരു പോയിന്റ് അല്ലാത്തതുകൊണ്ട്, തലമല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. ആത്യന്തികമായ BJPയുടെ RSSന്റെ ലക്ഷ്യം എന്താണെന്ന് എന്റെ ലക്ഷദ്വീപിലെ BJP സുഹൃത്തുക്കൾ തിരിച്ചറിയണമെന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ. സലീം, താങ്കൾക്ക് അതിനോട് പ്രതികരിക്കാനുണ്ടോ? BJP എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണോ നിങ്ങൾ BJPയിൽ ചേർന്നത്? ഇപ്പോഴത്തെ വിഷയമല്ല എങ്കിലും പറഞ്ഞുകൊണ്ട് ഒരവസരം.
ശ്രീ സലീമിലേക്ക് വരാം. ശരി, അൽതാഫ്, ഒരു കാര്യം പറയാനുണ്ട് നികേഷ്. എന്താണെന്നറിയോ, ഇപ്പോൾ ഇവിടെ ഈ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്താണ് ഞങ്ങളുടെ ലക്ഷദ്വീപിൻ്റെ BJPയുടെ ചുമതലയുള്ള അബ്ദുള്ള കുട്ടി ഒരു ആവശ്യവുമില്ലാതെ അദ്ദേഹം സോഷ്യൽ മീഡിയയോട് പറഞ്ഞു, ലക്ഷദ്വീപിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട്, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കും, നികേഷ് പറഞ്ഞതും തെറ്റാണ്, അബ്ദുള്ള കുട്ടി പറഞ്ഞത് 5 ടൺ മീൻ കയറ്റി വെച്ചതെന്നാണ്. അപ്പോൾ ഒരു കളവ് പറയുമ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പറയണം. ലക്ഷദ്വീപിൽ നിന്നാണ് പോയതെങ്കിൽ ലക്ഷദ്വീപിൽ വരുന്ന ഫ്ലൈറ്റ് വിമാനത്തിൻ്റെ കാർഗോ കപ്പാസിറ്റി എത്രയാണെന്നെങ്കിലും അദ്ദേഹം ഒന്ന് പഠിച്ച് മനസ്സിലാക്കണം. പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ MP പറഞ്ഞതുപോലെ ലക്ഷദ്വീപിൽ നിന്നും ഒരു മറൈൻ ഉൽപ്പന്നം, സമുദ്ര ഉൽപ്പന്നം പോവണമെങ്കിൽ പനമ്പള്ളി നഗറിലുള്ള എംപെഡയുടെ പെർമിഷൻ വേണം, സൈറ്റോ സാനിറ്ററി സർട്ടിഫിക്കേഷൻ വേണം, അവരുടെ ഫ്യൂമിഗേഷൻ സർട്ടിഫിക്കറ്റ് വേണം. ഇത് എവിടെയെങ്കിലും കാണിക്കാൻ പറ്റുമോ? ആകെ പോയിട്ടുണ്ട്. അവിടെ ഷെഷ്മി എന്ന് പറയുന്ന ഒരു കമ്പനി, ഒരു സ്വകാര്യ കമ്പനി, കേവലം 500 കിലോ എയർ ഇന്ത്യയുടെ വെബ്സൈറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതെന്തിനാണ്? ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ ഞങ്ങളുടെ BJPയുടെ ലക്ഷ്യം ലക്ഷദ്വീപിനെ അടിപുറം മറിച്ച് കുത്തറ വേണ്ടിയിട്ടാണെന്ന് ജനങ്ങളെ വരുത്തി തീർക്കാനുള്ള ഒരു പച്ചയായ ശുദ്ധമായ കളവാണ്. ആ കളവ് എയർ ഇന്ത്യയുടെ വെബ്സൈറ്റ് നോക്കിയാലും എംപടയുമായി ബന്ധപ്പെട്ടാലും അവിടെയുള്ള ഏത് ഓഫീസേഴ്സിനോട് പറഞ്ഞാലും ഇതറിയാൻ പറ്റും. ശുദ്ധമായ കളവാണ്. അത് അവരുടെ പൊളിഞ്ഞ ഒരു നാടകമാണ്. ശരി ആയിഷ, അതിനിടയിൽ നേരത്തെ പൂർത്തിയാക്കാൻ പറ്റാത്ത വിഷയം, ആയിഷ ഇപ്പോൾ ഇടക്കാല ജാമ്യത്തിന് വേണ്ടി മാത്രമാണോ അപേക്ഷിച്ചിരിക്കുന്നത്? FIR റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ലേ ആയിഷ? സാർ, അത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ വഴിക്കാണ് ഞാൻ പറഞ്ഞില്ലേ, കേസിന്റെ കുറച്ച് ഡീറ്റെയിൽസ് എനിക്ക് ഹൈഡ് ചെയ്ത് വെക്കണം ഇപ്പോ. അപ്പം അത് കാരണം ഞാനായിട്ടത് പറയാൻ നിൽക്കുന്നില്ല. ഇപ്പൊ തൽക്കാലം കോടതിയോട് പറഞ്ഞിരിക്കുന്നത് 20-ാം തീയതി ഹാജരാകണം, കവരത്തിയിൽ ഹാജരാകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എന്നെ അവിടെ പിടിച്ചു നിർത്താനുള്ള പണിയാണ്, അതുകൊണ്ട് ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കി തരണം എന്നാണ് ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതെ അതെ. അങ്ങനെ ഒരു രാജ്യദ്രോഹ കുറ്റം ചുമത്തിയ ആളോട് നിങ്ങൾ ഹാജരാകണ്ട എന്ന് കോടതിക്ക് പറയാം. ഇവര് പറയുന്നുണ്ട് എന്റെ ബാക്കില്, ഹലോ സാർ, പറഞ്ഞോളൂ. ഇല്ല, എന്റെ ബാക്കില് ഏതോ ഒരു വലിയ സംഘടനയുണ്ട്, അവരാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ ഇവര് പറഞ്ഞു നടക്കുന്നതായിട്ട് ഞാനും അറിയുന്നുണ്ട്. കഴിഞ്ഞ ഏതോ ഒരു ചാനൽ ചർച്ചയിൽ അത് പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുമുണ്ട്. അപ്പോ ഈ എന്റെ ബാക്കിൽ നടക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് എന്റെ സ്വന്തം വീട്, ലക്ഷദ്വീപിലെ എന്റെ സ്വന്തം വീട്ടില് BJPക്കാരുടെ ഓഫീസായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു എന്റെ ബാക്കിലുള്ള സംഘടന അവര് തന്നെയാണ്. അല്ല, പിന്നെ ഞാൻ എന്താ പറയാ, 5 വർഷമായിട്ട് എന്റെ സ്വന്തം വീട് യൂസ് ചെയ്യുന്നത് BJPക്കാരുടെ ഓഫീസായിട്ടാണ് ചെത്തിലാദ്വീപില്. അപ്പൊ എന്റെ പുറകിലുള്ള സംഘടന അവര് തന്നെയല്ലേ? ഒരു മിനിറ്റ് ഫസീല, അതിനെ കുറിച്ചൊന്ന് പറഞ്ഞു. ഈ അഡ്മിനിസ്ട്രേറ്റർ ഇന്നത്തെ ഈ വീക്കിലെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ബീഫിന്റെ ഇഷ്യൂനെ കുറിച്ച് ചോദിച്ചപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ പറഞ്ഞിട്ടുണ്ട്, ഇഷ്യൂനെ കമ്മ്യൂണലൈസ് ചെയ്യല്ലേ, കമ്മ്യൂണൽ കളർ കൊടുക്കല്ലേ എന്ന്. ഇപ്പൊ ഈ പാകിസ്ഥാനെ കുറിച്ചൊക്കെ സംസാരിച്ച് ഈ ഇഷ്യൂനെ കമ്മ്യൂണലൈസ് ചെയ്യാൻ നോക്കുന്നത് BJP മാത്രമാണ്. ഞങ്ങൾ ഇഷ്യൂസിനെ കുറിച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ഐഷയോ അതിനെ കുറിച്ച് പാകിസ്ഥാനിൽ എപ്പോഴാണ് ആളുകൾ ചിരിച്ചത്? അങ്ങനെ ഒരു ചിരി ഉണ്ടായിരുന്നോ? ഈ ചോദ്യം പ്രഭാരിയോടാണ് ചോദിക്കേണ്ടത് നികേഷ്. അല്ല, പാകിസ്ഥാൻ ചിരിച്ചു എന്ന് പറയുന്നു. പ്രഭാരിനെ വിളിച്ച് ചോദിക്കൂ. അപ്പൊ അദ്ദേഹത്തിന് പാകിസ്ഥാനായിട്ട് നല്ല കണക്ഷൻ ഉണ്ടല്ലോ. ഞങ്ങളാരും കണ്ടിട്ടില്ല. നികേഷ് കണ്ടിട്ടുണ്ടോ? നികേഷ് മാധ്യമ പ്രവർത്തകനല്ലേ? അപ്പൊ അദ്ദേഹത്തെയാണ് NIA പൊക്കിക്കൊണ്ട് പോകേണ്ടത്. അല്ല, ഇതിനെ കുറിച്ച് പറയും, കേസിനെ കുറിച്ച് ഞാൻ ചോദിക്കുന്നത്. അതിന്റെ മെറിറ്റിലേക്ക് നല്ല അഡ്വക്കേറ്റാണ് ആയിഷ വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിലൊന്നും തർക്കമില്ല. പക്ഷേ നമ്മൾ ആ കേസിന്റെ മെറിറ്റിലേക്ക് പോകാതെ കോടതിക്ക് ഇപ്പോൾ കേസിന്റെ മെറിറ്റിലേക്ക് എപ്പോഴാണ് പോവുക? ഒന്നുകിൽ അത് വിചാരണ ചെയ്യപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അതിന്റെ FIR റദ്ദ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ട് നമ്മൾ പോകുമ്പോൾ, അല്ലെ? ഇത് രണ്ടും ആവശ്യപ്പെടാതെ എനിക്ക് ഇടക്കാല ജാമ്യം വേണം എന്ന് പറയും. ആന്റിസിപ്പേറ്ററി ബെയിലിനാണ് പോയിരിക്കുന്നത്. അപ്പോൾ നാളെ കേസ് എടുക്കുമ്പോൾ അതിന്റെ മെറിറ്റ്സിൽ ഇപ്പോൾ ഹൈക്കോർട്ട് എങ്ങനെ അതിനെ കൺസിഡർ ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സബ്ജുഡീസ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ. ആന്റിസിപ്പേറ്ററി ബെയിൽ എന്ന് പറയുമ്പോൾ ബെയിലിന് പോകുമ്പോഴും ഈ കേസിന്റെ ആന്റിസിപ്പേറ്ററി ബെയിൽ, അതായത് അറസ്റ്റ് മുൻകൂട്ടി കണ്ടുകൊണ്ട് ആന്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ആന്റിസിപ്പേറ്ററി ബെയിലിന് പോകുന്ന സമയത്ത് ഈ കുറ്റം ഇന്ന കേസിൽ അല്ല, ഈ കുറ്റം ഇന്നയാളിൽ ഇന്ന വർത്തമാനത്തിന് നിലനിൽക്കുമോ എന്നവർ നോക്കും, അല്ലെ? നോക്കും.
നികേഷ്, വേറൊരു കാര്യം ഇവിടെ ഈ ആയിഷയുടെ നിയമസഹായം നിങ്ങൾ നോക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. സേവ് ലക്ഷദ്വീപ് ഫോറം തന്നെ ലക്ഷദ്വീപ് ബാർ അസോസിയേഷൻ ഏറ്റെടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല ആയിഷയായിട്ട് നിരന്തരമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. ആയിഷയ്ക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ലക്ഷദ്വീപ് ഫോറം കൊടുത്തിരിക്കുക തന്നെ ചെയ്യും. ഞാൻ പറയാൻ വന്ന വിഷയം, ഇവിടെ നിന്ന് നമ്മുടെ ഇടതുപക്ഷത്തിലെ കുറേ എംപിമാരും UDFന്റെ എംപിമാർ അവരൊക്കെ ലക്ഷദ്വീപ് സന്ദർശിക്കാൻ വേണ്ടിയിട്ടൊരു പെർമിഷൻ കൊടുത്തു. അതിന് ലക്ഷദ്വീപ് ഭരണകൂടം തിരിച്ചു കൊടുത്ത മറുപടി, ഇവിടെ കോവിഡ് പ്രോട്ടോകോൾ പ്രിവെയിലിംഗ് ആയതുകൊണ്ട് നിങ്ങൾക്ക് പെർമിഷൻ തരാൻ താൽക്കാലികമായി പറ്റില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഇന്ന് പ്രഫുൽ ഖോഡ പട്ടേലിൻ്റെ കൂടെ ലക്ഷദ്വീപിലേക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ 2 സന്ദർശകരുണ്ട്. ഈ 2 സന്ദർശകർ എന്തിനു വന്നു? അവർക്ക് ആരാണ് പെർമിറ്റ് കൊടുത്തത്? ഈ പറയപ്പെടുന്ന നിയമം അവർക്ക് ബാധകമല്ലേ? ഈ ഒരേ രീതിയിൽ അല്ലെങ്കിൽ ഇവർക്ക് അവകാശ ലംഘനത്തിന് പോയിക്കൂടെ? ആരിഫ്, താങ്കൾക്കൊക്കെ അവകാശ ലംഘനത്തിന് പോകേണ്ടതല്ലേ? നിങ്ങൾ പറയുന്നു ഇവിടുന്ന് RT-PCR അവകാശ ലംഘനം കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ അവകാശ ലംഘനം കൊടുത്തിട്ടുണ്ട്. അല്ല, ഇവിടെ ഇതാണ് പറഞ്ഞത്. പലതും പുറത്തു പറയുന്ന അഡ്മിനിസ്ട്രേറ്ററുടെ ഇന്റർവ്യൂവിൽ എന്തെങ്കിലും വ്യക്തമായിട്ട് ഇത്രയും ലക്ഷദ്വീപ് ജനത പ്രതിഷേധിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം ഇന്ന് കവരത്തിയിലെത്തി. ഒരു ജനാധിപത്യ മര്യാദ എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങൾ മൊത്തം സമരത്തിലാണ്. അവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തിന് കരിങ്കൊടി നാട്ടിക്കൊണ്ട് അല്ലെങ്കിൽ ബ്ലാക്ക് മാസ്ക് അണിഞ്ഞുകൊണ്ട് ഒരു അഡ്മിനിസ്ട്രേറ്ററെ സ്വീകരിക്കുന്നു. ആ അഡ്മിനിസ്ട്രേറ്റർക്ക് സ്വാഭാവികമായിട്ടും അവിടുത്തെ ജനങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ ഞാൻ നടപ്പിലാക്കാൻ പോകുന്ന ഈ വികസനങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് നിൽക്കുന്നതെന്ന് അറ്റ്ലീസ്റ്റ് അവിടുത്തെ സേവ് ലക്ഷദ്വീപ് ഫോറത്തിന്റെ ഭാരവാഹികളെ ഇല്ല. അതാ ഞാൻ പറഞ്ഞത്, ഒരു ജനാധിപത്യ സംവിധാനത്തിലൊക്കെ വിശ്വസിക്കുന്ന അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് ഒന്നെത്തിയ ഉടനെ നമുക്ക് ചർച്ച ചെയ്യാം, എന്താണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ. അങ്ങനെ ഒരു രീതിയിലുള്ള സമീപനം ഇതുവരെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് MP കാണാനും കഴിയില്ല. ഇല്ല, അദ്ദേഹത്തിന്റെ അവൈലബിലിറ്റി ആണല്ലോ പ്രശ്നം. ഇവിടെ ദമൻ ഇരുന്നു കൊണ്ട് ദമൻ അഡ്മിനിസ്ട്രേഷൻ ആണ് ഇന്ന് ലക്ഷദ്വീപ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് സംസാരിക്കാൻ പോലും പറ്റില്ല. ഇല്ല, ഫോൺ വിളിച്ച് സംസാരിക്കുമ്പോൾ ഈ വിഷയ കാര്യങ്ങളൊക്കെ നികേഷ് ഒരു ഫോണിൽ വിളിച്ച് സംസാരിക്കേണ്ടതാണോ? എന്നാലും കമ്മ്യൂണിക്കേഷൻ സാധ്യത ഇല്ലാഞ്ഞിട്ടില്ല. ആരിഫ് എന്താ പറഞ്ഞ എൻ്റെ ഞാൻ ശ്രമിച്ചു. ഞാൻ 2 തവണ അദ്ദേഹത്തെ കണ്ടു. ആദ്യത്തേത് അദ്ദേഹത്തിന്റെ ആദ്യ സന്ദർശനത്തിൽ ലക്ഷദ്വീപിലെ എല്ലാ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് മെമ്പർമാരെയും ചെയർപേഴ്സണും PCCയും MPയും അടങ്ങുന്ന പൊളിറ്റിക്കൽ പാർട്ടി അടങ്ങുന്ന ഒരു മീറ്റിംഗ് അദ്ദേഹം വിളിച്ചുകൊണ്ട് ലക്ഷദ്വീപിന്റെ കാര്യങ്ങൾ ഫസ്റ്റ് വിസിറ്റിൽ. അതിനുശേഷം ഞാൻ അദ്ദേഹത്തെ കാണുന്നത് ദമനിൽ പോയാണ്. അത് ഏതിനായിരുന്നു? കോവിഡ് സിറ്റുവേഷൻ, ആ SOP മാറ്റുന്ന സാഹചര്യത്തിൽ അത് ചെയ്യരുത്. അത് അദ്ദേഹം അവിടെ ഇല്ല. ദമനിൽ ഇരുന്നു കൊണ്ട് ലക്ഷദ്വീപ് ജില്ലാ ഭരണകൂടത്തിന് ദമൻ ഗവൺമെൻറ് നിർദ്ദേശം കൊടുക്കുകയാണ്, ഇന്ന രീതിയിൽ ഇത് മാറ്റിയെടുക്കണം, SOP മാറ്റണം. അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് വേറൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം. അന്ന് ഞാൻ കലക്ടറെ അടുത്ത് പോയി സംസാരിച്ചപ്പോൾ കലക്ടർ പറഞ്ഞു, നിങ്ങളുടെ വികാരങ്ങൾ അഡ്മിനിസ്ട്രേറ്റർ ധരിപ്പിക്കാം. അന്ന് ആ സമരം കഴിഞ്ഞ് ഞാൻ പിറ്റേ ദിവസം ദമനിലേക്ക് പോയി. ദമനിൽ പോയാണ് അദ്ദേഹത്തെ ഞാൻ കണ്ടത്. കാരണം ഒരു അഡ്മിനിസ്ട്രേറ്റർ ലക്ഷദ്വീപിൻ്റെ, അതാണ് ഇതിന് മുമ്പ് പോയ 93 അഡ്മിനിസ്ട്രേറ്റർമാർ പറഞ്ഞത്, ലക്ഷദ്വീപ് ഈസ് ജോഗ്രഫിക്കലി ഐസൊലേറ്റഡ് പ്ലേസ്. അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്ററുടെ അവൈലബിലിറ്റി എപ്പോഴും ഉറപ്പുവരുത്തേണ്ട സമയമാണ്. ഏത് ചെറിയ കാര്യം മുതൽ വലിയ കാര്യം വരെ ഹൈലി സെൻട്രലൈസ്ഡ് ഒരു അഡ്മിനിസ്ട്രേഷനാണ്. അങ്ങനെയുള്ള സ്ഥലത്തേക്ക് അദ്ദേഹം ദമനിലിരുന്നു കൊണ്ട് കാര്യങ്ങൾ നടപ്പിലാക്കുന്നു. ഈ ദമനിലേക്ക് ലക്ഷദ്വീപ് MP പോയി എത്തുക, എത്ര വർഷം എത്താൻ പറ്റും? ഈ വിഷയങ്ങളൊക്കെ ഫോണിൽ വിളിച്ച് സംസാരിക്കുക, എത്ര വർഷം സംസാരിക്കാൻ പറ്റും? ഫോണിൽ വിളിച്ച് സംസാരിച്ചപ്പോഴും ഓക്കെ, അത് നോക്കാം. ഈ രീതിയിലുള്ള കാര്യങ്ങളല്ലാതെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചർച്ചയോ, എന്താണ് പ്രശ്നം, ആ പ്രശ്നം നമുക്ക് പരിഹരിക്കാം, ഞാൻ കവരത്തിയിലേക്ക് വരാം, നിങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാം, ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാം. ഇതാണല്ലോ ജനാധിപത്യ സംവിധാനം. അതിന് ഒരു രീതിയിലുമുള്ള മാനദണ്ഡം, ഒരു മര്യാദയും കൊടുക്കാത്ത രീതിയിലേക്ക്, അതിനുവേണ്ടിയാണ് ലക്ഷദ്വീപ് ജനത എന്ന് ആരിഫേ SOP ചേഞ്ച് ചെയ്തത് തന്നെ അദ്ദേഹത്തെ ഉപമിക്കാവുന്നതാണ്. ബയോ വെപ്പൺ എന്നുള്ള ഉപമ അത് വളരെ ശക്തിയായി അതൊരു അബദ്ധമല്ല. ആയിഷ പറഞ്ഞത് അബദ്ധമല്ല എന്നാണ് ആരിഫ് പറഞ്ഞത്. ആരിഫ് ഒന്നുകൂടെ പറഞ്ഞത്, ലക്ഷദ്വീപ് ജനതയ്ക്ക് മുകളിൽ ഒരു ബയോ വെപ്പൺ പ്രയോഗിക്കുകയായിരുന്നു കേന്ദ്ര സർക്കാർ എന്നൊരു വാചകത്തിൽ പറഞ്ഞേ. ഒരു രാജ്യദ്രോഹ കുറ്റം കൂടി വരട്ടെ. ഞാൻ ആവർത്തിച്ചു പറയുന്നു, അവിടുത്തെ SOP ചേഞ്ച് ചെയ്തത് ഫലത്തിൽ ഈ ബയോ വെപ്പൺ പോലെ തന്നെയാണ് ഇതിന്റെ പ്രയോഗം വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഇത് ഫൈസല് പാർലമെന്റിൽ പറഞ്ഞ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഈ കോണ്ടിനെന്റിൽ COVID-19 ഇല്ലാത്ത ഈ ഏക സ്ഥലം ലക്ഷദ്വീപാണ് എന്ന് ഞാൻ അഭിമാനപുരസ്സരം പറയുന്നു എന്ന് കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ
ഫൈസൽ പ്രസംഗിച്ച് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അറം പറ്റിയത് അപ്പൊ എന്റെ ബഹുമാനപ്പെട്ട അവിടെ ജൈവായുധം വന്ന് അറം പറ്റിച്ചു. കാത്തുസൂക്ഷിച്ച ഒരു സ്ഥലത്തേക്ക് എങ്ങനെ കടന്നു വന്നു എന്നുള്ളത് SOPയുടെ ചേഞ്ചിങ്ങിലല്ലേ? ശരി, തീർക്കും. ഞാനത് കൺക്ലൂഡ് ചെയ്യാൻ വന്നത്, ഇന്ന് ലക്ഷദ്വീപിൻ്റെ സമരം ശരിക്ക് ഈ ഒരു സേവ് ലക്ഷദ്വീപ് എന്ന് പറയുന്ന ഒരു വിശാലമായ കൺസെപ്റ്റിലേക്ക് മാറിയിരിക്കുകയാണ്. അവിടുത്തെ ജനങ്ങൾക്ക് ജനാധിപത്യ സംവിധാനം ഉറപ്പുവരുത്തുക. ഇന്ന് കേരളക്കരയിൽ എൻ്റെ പ്രിയ സുഹൃത്ത് ആരിഫ് സംസാരിക്കുമ്പോഴും നികേഷ് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് നിങ്ങളെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ പറ്റിയ ഒരു നിയമസഭ ഉണ്ട്. നിങ്ങൾ തിരഞ്ഞെടുക്കാൻ അയക്കുന്ന MLA-മാർ നിങ്ങൾക്ക് പ്രൊട്ടക്ഷനായിട്ട് അവിടെ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു സംവിധാനം ലക്ഷദ്വീപിൽ ഇല്ലാത്തതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പോരായ്മ. ആ സംവിധാനത്തിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ അവസാന ലക്ഷ്യം, ഈ സേവ് ലക്ഷദ്വീപ് ഫോറം എന്ന സമരത്തിൻ്റെ തുടക്കം വെച്ചതിൻ്റെ അവസാന ലക്ഷ്യം ലക്ഷദ്വീപ് ജനതയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന ലക്ഷദ്വീപിൻ്റെ പ്രതിനിധിയായിരിക്കണം ലക്ഷദ്വീപിൽ എന്ത് വേണമെന്ന് തീരുമാനിക്കണം. തീർച്ചയായിട്ടും ആ ലെജിസ്ലേറ്റീവ് കമ്മിറ്റി അല്ലെങ്കിൽ ഒരു കൗൺസിൽ അവിടെ നിർബന്ധമായിട്ടും വേണം. അല്ലെങ്കിൽ ഇവിടെ നിന്ന് വരുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റർ അല്ല ഞങ്ങൾക്ക് വേണ്ട കാര്യം തീരുമാനിക്കേണ്ടത്, അവിടുത്തെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അവിടെ എന്ത് വികസനം വേണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം അവിടുത്തെ ജനങ്ങൾക്കാണ്. ആ അവകാശം ഞങ്ങൾക്ക് കിട്ടുന്നത് വരെ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. ആ സമരം വിജയം വരെ ഞങ്ങൾ വളരെ സധൈര്യം ദമൻദ്യൂ ദാദാനഗാവിലെ MP യഥാർത്ഥത്തിൽ ഇതിപ്പോ ഇതിനു വേണ്ടി തുടങ്ങുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ അവസാനിപ്പിക്കാൻ പോകുന്നത് ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ. തീർച്ചയായിട്ടും ആ ആവശ്യം തുടങ്ങി വെച്ച് കഴിഞ്ഞ എൻ്റെ ടെന്യൂറിൽ തന്നെ ഞാൻ പാർലമെന്റിൽ ആവശ്യപ്പെട്ട കാര്യമാണത്. കാരണം അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കട്ടെ. താങ്ക് യു ആരിഫ്. ഇല്ല, അതന്നെയാണ് ഞങ്ങൾ ധൈര്യം. ഇവിടെ കേരളത്തിനാണ് ഈ സമരം, കേരളമാണ് സമരം തുടങ്ങിയെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ കേരളവും ലക്ഷദ്വീപുമായിട്ടുള്ള ബന്ധം അറിയാത്തത് കൊണ്ടാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ബന്ധമാണ് കേരളവുമായിട്ട്. എൻ്റെ ബാപ്പ ഇവിടെ കേരളക്കരയിൽ വിക്ടോറിയ കോളേജ് പഠിച്ചാണ്. കേരളത്തിന്റെ ഭാഗമായിരുന്നു. അപ്പോൾ കേരളവും ലക്ഷദ്വീപും ഭൂമിപരമായിട്ട് അല്ലെങ്കിൽ ജോഗ്രഫിക്കലി വിട്ടു നിൽക്കുന്നുണ്ടെങ്കിലും സാംസ്കാരികപരമായും എല്ലാ രീതിയിലും വളരെയധികം ബന്ധം പൊലിച്ചു പുലർത്തുന്നു. പിന്നെ കേരളക്കാരുടെ പ്രത്യേകത ആരിഫ് പറഞ്ഞതുപോലെ ഏത് അനീതി കണ്ടാലും ആദ്യം പ്രതികരിക്കുന്നു കേരളമായി പോകുന്നു. കാരണം ഏക ജനത ഇന്ന് കേരളത്താണ്. അത് അവരുടെ വിദ്യാഭ്യാസവും അവർ നേടിയെടുത്ത ആർജവുമാണത്. അതിനെ വേറെ രീതിയിൽ ചിത്രീകരിക്കേണ്ട ആവശ്യമില്ല. അത് തന്നെയാണ് ഞങ്ങളുടെ ധൈര്യവും. കേരളം ഞങ്ങളുടെ കൂടെ ഇങ്ങനെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ, ഇന്ന് ലക്ഷദ്വീപുകാരൻ ഏറ്റവും വലിയ ധൈര്യം അതാണ്. അതാരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. വേറൊരു കാര്യമുള്ളത്, അതായത് ഈ അഡ്മിനിസ്ട്രേറ്ററിൽ ദമനന്ദിയിൽ ഇരുന്നുകൊണ്ട് വെറും 4 തവണ നമ്മളെ വിസിറ്റ് ചെയ്തിട്ട് ദമനന്ദിയിൽ ഇരുന്നുകൊണ്ട് പല നിയമങ്ങളും നമ്മുടെ മേലിൽ അടിച്ചേൽപ്പിക്കാം. പക്ഷെ ഇവിടെ ഈ തൊട്ടടുത്തുള്ള കേരളത്തിൽ നിന്ന് ഞങ്ങളോ കേരളക്കാരോ റിയാക്ട് ചെയ്യുമ്പോഴാണ് ഇവർക്ക് പ്രശ്നം. അവിടുന്ന് ഇങ്ങനെ ആ ദമനന്ദിയിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ മേലിൽ ഇങ്ങനത്തെ ഒട്ടും റിലേറ്റബിൾ ആയിട്ടുള്ള റെഗുലേഷൻസ് കൊണ്ടുവരുന്നതിൽ പ്രശ്നമില്ല, റിയാക്ട് ചെയ്യുമ്പോഴാണ് പ്രശ്നം. പ്രഫുൽ കോട പട്ടേൽ വിചാരിച്ചത് അദ്ദേഹം ദമൻദ്വീപിൽ ദാദ്രാനഗറിൽ നടപ്പിലാക്കിയ പോലെ തന്നെ ലക്ഷദ്വീപും നടപ്പിലാക്കാം. ലക്ഷദ്വീപ് ഒരു ചെറിയ പ്രദേശമാണ്, അവിടുത്തെ ജനങ്ങൾക്ക് ഇതൊന്നും അറിയില്ല. ആ ലക്ഷദ്വീപ് എന്ത് തോന്നിയവാസം ചെയ്താലും അത് കണ്ടുകൊണ്ടിരിക്കും എന്നൊരു ധാർഷ്ട്യത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ വരവ്. അത് മാറിക്കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് മാറിക്കിട്ടിയെന്ന് തോന്നുന്നു. കാരണം ലക്ഷദ്വീപ് ജനങ്ങൾ അത്രത്തോളം പിന്നോക്കത്തിലല്ല. കാര്യങ്ങളൊക്കെ വളരെ കാര്യബോധത്തോടു കൂടി തന്നെ നീക്കുന്ന എൻ്റെ ഇടതുഭാഗത്തിരിക്കുന്ന ഫസീല അഡ്വക്കേറ്റ്, എൻ്റെ കൂടെ ഇരിക്കുന്ന അൽത്താഫ്, കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് മുൻകണ്ടുകൊണ്ട് തന്നെ വളരെ ലക്ഷ്യബോധത്തോടു കൂടി തന്നെയാണ് ഈ സമരം പോകുന്നത്. അത് നയിക്കാനുള്ള വളരെ കെൽപ്പുള്ള നേതാക്കന്മാർ തന്നെയാണ് ഇതിൻ്റെ മുമ്പിലുള്ളത്. അത് വിജയം കാണുന്നത് വരെ ആ സമരം കൊണ്ടുപോകും. അതിന് സഹായമായിട്ട് എൻ്റെ കൊളീഗ് ആരിഫിനെ പോലുള്ള രാഷ്ട്രീയ അല്ലെങ്കിൽ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ ഞങ്ങൾക്ക് ഉറപ്പുമായിട്ട്, അതുപോലെ കേരള മാധ്യമം നിങ്ങൾ പരിപൂർണമായിട്ടും ഞങ്ങൾക്ക് സപ്പോർട്ട് തരുമ്പോൾ, വേറൊന്നും വേണ്ട, പക്ഷപാതത്തിനല്ല, നല്ല ഒരു ജെന്യൂൻ കോസിന് വേണ്ടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ വൈ ഷുഡ് ബി വെറി. കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഒറ്റക്കെട്ട്. തീർച്ചയായിട്ടും കേരളത്തിലെ ലക്ഷദ്വീപിൽ നിന്നുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റർമാരും ഒരു ചേരിതിരിവൊക്കെ ഒരു വിഷയം വന്നാൽ ഉണ്ടാവും. പക്ഷേ ലക്ഷദ്വീപിന്റെ കാര്യത്തിൽ ഒറ്റ എഡിറ്റോറിയലാണ്. ഞങ്ങൾ അഭിമാനത്തോട് പറയുന്നത് നികേഷ്, കേരളം ഞങ്ങളുടെ വലിയേട്ടനാണ്, ഞങ്ങളുടെ ഇക്കയാണ് കേരളം. പിന്നെ കേരളത്തിന് നോവാതെ പിന്നെ ആർക്കാ നോവേണ്ടത്? കേരളം ലക്ഷദ്വീപിന്റെ ഇക്കയാണ്, ഒരു സംശയമില്ല. ആരിഫ്, ഫൈസൽ MP, അഡ്വക്കേറ്റ് ഫസീല, അൽത്താഫ്, ആയിഷ സുൽത്താന, ഒപ്പം തന്നെ സലീം, വളരെ നന്ദി സംസാരിച്ചതിന്. നമസ്കാരം.